നമസ്കാരം. മാർക്ക് ഫെല്ലറും മീശയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ച് സ്തംഭിച്ചു നിൽക്കുകയാണ്. ആ ശവക്കല്ലറയുടെ ഇരുപുറത്തുമായി കണ്ട ആചാരബാഹുക്കളായ ആ രണ്ട് രൂപങ്ങളും ഇതാ അവർക്ക് നേരെ നടന്നു വരികയാണ്. ആ കാഴ്ച കണ്ടതും മീശയുടെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് ഒരു മാജിക്കൽ വെപ്പൺ വലിച്ചെടുത്തു. ഇതുപോലുള്ള സംഭവങ്ങൾ താൻ എത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവമാണ് മീശയ്ക്കുള്ളത്. മീശ ആ മാജിക്കൽ വെപ്പൺ കയ്യിലെടുത്ത് ആ രൂപങ്ങളെ ആക്രമിക്കാനായി അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോയതും ആ രൂപങ്ങളിൽ ഒരാളുടെ കണ്ണ് മീശയുടെ കയ്യിലെ ആ മാജിക്കൽ വെപ്പണിൽ പതിഞ്ഞു. ആ നിമിഷത്തിൽ ആ വെപ്പൺ ചെറു കഷ്ടങ്ങളായി അങ്ങ് ചിതറി. ശരിക്കും ആ വെപ്പണിൽ ശരിയായിട്ടൊന്ന് പിടിക്കാൻ പോലും മീശയ്ക്ക് പറ്റിയില്ല. അതിനു മുമ്പ് ആ വെപ്പൺ ഏതാണ്ട് പൊടിഞ്ഞ് അപ്രത്യക്ഷമായി എന്ന് പറയാം. ഒരു വിരല് പോലും അനക്കാതെ ഒറ്റ നോട്ടം കൊണ്ട് തൻ്റെ കയ്യിലെ ആ വെപ്പൺ പൊടിച്ചു കളഞ്ഞ ആ രൂപത്തെ എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാവത്തോടെയാണ് ഇപ്പോൾ മീശ നോക്കുന്നത്. ഒന്ന് ഭയന്നു പോയെങ്കിലും മീശ വീണ്ടും ഒരു മാജിക്കൽ വെപ്പൺ വലിച്ചെടുത്ത മാജിക് വെപ്പൺ ഒരു പന്തിന്റെ രൂപത്തിലുള്ളതാണ്. ആ പന്ത് അയാൾ അതിവേഗം ആ രൂപങ്ങൾക്ക് നേരെ എറിഞ്ഞു എന്ന് പറയുന്നതിന് പകരം എറിയാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് ശരി. അയാൾ ആ കയ്യിൽ പന്തെടുത്ത് എറിയാൻ ശ്രമിച്ചപ്പോഴേക്കും ആ പന്ത് നേരത്തെ വെപ്പൺ പൊടിഞ്ഞതുപോലെ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് അങ്ങ് പൊടിഞ്ഞു വീഴുകയാണ്. അത് കണ്ടതും മീശ അയാളുടെ നിലവറയിൽ നിന്ന് പിന്നെ വെപ്പണുകൾ അതിവേഗം പുറത്തെത്തിച്ച് ആ രണ്ട് രൂപങ്ങളെ ആക്രമിക്കുകയാണ്. ഈ സമയത്ത് ആ രൂപങ്ങൾ ഒരു ധൃതിയും കൂട്ടാതെ അവർക്ക് നേരെ സാവധാനം നടന്നു വരികയാണ്. ശരിക്കും മെജസ്റ്റിക് എന്ന് പറയാൻ കഴിയുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് അവരുടെ വരവ്. അവരുടെ മുഖത്ത് ഒരു ഭാവവുമില്ല. തികഞ്ഞ ശാന്തതയോടുകൂടി അവരെങ്ങനെ നടന്നു വരുമ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ ആ വലിയ ഹാളിനകത്ത് മുഴുവൻ അനുഭവപ്പെട്ടു തുടങ്ങി. അവരുടെ ഓരോ സ്റ്റെപ്പും ശരിക്കും ആ പ്രഷർ കൂട്ടുകയാണ്. മീശ ആ രൂപങ്ങളെ ആക്രമിക്കുന്നത് മാർക്ക് ഫെല്ലർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മീശയുടെ കയ്യിലുള്ള പല മാന്ത്രിക ഉപകരണങ്ങൾക്കും മാർഷൽ സെയിന്റ് വെപ്പണുകളുടെ അതേ പവറുണ്ട്. ആ വെപ്പണുകളാണ് നിമിഷ നേരം കൊണ്ട് പൊടിഞ്ഞ് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. അത് കണ്ടതും മാർക്ക് പെട്ടെന്ന് മീശയുടെ മുന്നിലേക്ക് കയറി. മാറി നിൽക്ക് അങ്ങനെ പറഞ്ഞിട്ട് മീശയെ പുറകിലോട്ട് മാറ്റിയിട്ട് മാർക്ക് ആ ബ്രോൺസ് സോഡ് എടുത്ത് അതിലേക്ക് മാർക്കിന്റെ സ്പിരിച്വൽ എനർജി ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ കയ്യിലൂടെ ആ വാളിലേക്ക് സ്പിരിച്വൽ എനർജി അങ്ങനെ കയറിയതും ആ വാള് ഒന്ന് വിറച്ചു തുടങ്ങി. ശരിക്കും അതിന് ജീവൻ വെച്ചതുപോലെ ഒരു ഫീല്. ആ വാള് ഒന്ന് അനങ്ങുമ്പോൾ ആ വാളിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വരികയാണ്. ഒരു സോഡ് ലൈറ്റ്. ആദ്യം വളരെ ചെറിയ അളവിലാണ് ആ വാളിന് ചുറ്റും പ്രകാശം ഉണ്ടായതെങ്കിലും പെട്ടെന്ന് ആ പ്രകാശത്തിന്റെ അളവ് അതിവേഗം വർദ്ധിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ഏകദേശം 30 അടിയോളം നീളമുള്ള ഒരു സോഡ് ലൈറ്റ് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ വാളുമായി കണക്ട് ചെയ്തുകൊണ്ടുണ്ടായി. ആ പ്രകാശം മാർക്ക് വാള് ചലിപ്പിക്കുന്നതനുസരിച്ച് ചലിക്കുന്നുണ്ട്. തന്റെ പൂർണ്ണ ശക്തിയും ആ വാളിലേക്ക് കൊടുത്തുകൊണ്ട് മാർക്ക് പെട്ടെന്നാണ് വായുവിലേക്ക് ജമ്പ് ചെയ്ത മാർക്ക് ആകാശത്ത് നിന്ന് താഴേക്ക് ആ സോഡ് ലൈറ്റ് ഉപയോഗിച്ചൊരു ഒറ്റ വെട്ട് ആ രൂപങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് മാർക്ക് ആഞ്ഞു വെട്ടിയപ്പോൾ ആ വെട്ട് കൃത്യമായും ആ രൂപങ്ങളുടെ പുറത്തു കൊള്ളുകയും ചെയ്തു. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ കയ്യിലിരുന്ന വാളോടുകൂടി ശരിക്കും ദൂരേക്ക് തെറിച്ചു. മാർക്ക് ആ ഹാളിന്റെ മറുമൂലയിലേക്കാണ് തെറിച്ചു വീണത്. മാർക്കിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിശക്തമായിട്ടാണ് മാർക്ക് ആ രൂപത്തെ വെട്ടിയത്. ആ വെട്ട് ആ രൂപത്തിനെ തെല്ലും ബാധിച്ചിട്ടില്ല. ദൂരേക്ക് തെറിച്ചു വീണ മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് പെട്ടെന്ന് മീശ ഓടിയെത്തി. മീശ മാർക്കിനടുത്ത് ഓടിയെത്തി മാർക്കിനെ പിടിച്ചെണീപ്പിച്ചതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ പെട്ടെന്ന് ആ ടെലിപ്പോർട്ടേഷൻ ഉണ്ടാക്കുക. മീശ ആ ഇമ്മോർട്ടൽ സ്ലെയിങ് സെക്ഷനകത്തേക്ക് വന്നത് ഒരു ടെലിപ്പോർട്ടേഷൻ മെക്കാനിസം വഴിയാണ്. അങ്ങനെ ഒരെണ്ണം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനാണ് മാർക്ക് മീശയോട് ആവശ്യപ്പെട്ടത്. ആ ഹാളിന് ചുറ്റുമായി അദൃശ്യമായ ഒരു ബാരിയർ ഇപ്പോൾ ഉണ്ട്. ആ ബാരിയർ തകർത്ത് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു ടെലിപ്പോർട്ടേഷൻ പരിപാടി വേണമെന്ന് മാർക്കിന് ബോധ്യമായതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ മീശയോട് പറഞ്ഞത്. അത് കേട്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്തായി പറയുന്നത്? ടെലിപ്പോർട്ടേഷൻ അങ്ങനെ അങ്ങ് ഉണ്ടാക്കപ്പെടുന്ന സാധനമാണോ? ഏകദേശം 1 മാസം പരിശ്രമിച്ചിട്ടാണ്
മാർക്ക് ഫെല്ലർ കിടന്ന ആ ഇമോട്ടർ സ്ലൈങ് സെക്ഷനകത്ത് കടന്നു കയറാൻ പറ്റുന്ന ശൈലിയിൽ ഒരു ടെലിപ്പോർട്ടേഷൻ മെക്കാനിസം മീശ ഉണ്ടാക്കിയെടുത്തത്. നേരത്തെ മീശ ആ കാര്യം മാർക്കിനോട് പറഞ്ഞതാണ്. മീശ ചോദിച്ചു കേട്ടതും മാർക്കിന് ആ കാര്യം ഓർമ്മ വന്നു. മീശ പറഞ്ഞത് കേട്ടപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ തങ്ങളെ സമീപിക്കുന്ന ആ രൂപങ്ങളിലേക്ക് നോക്കുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അല്ലെങ്കിൽ തന്നെ ഇവരുടെ കൺമുമ്പിൽ നിന്ന് അങ്ങനൊരു ടെലിപ്പോർട്ടേഷൻ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. മീശ ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അവർക്ക് ഇതുവരെ പരിചയമുള്ള ഏതൊരു സംവിധാനത്തെക്കാളും പവർഫുൾ ആയിട്ടുള്ള രണ്ടാളുകളാണ് അവർക്കെതിരെ സാവധാനം നടന്നു വരുന്നത്. ആ രണ്ടുപേർക്കും ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് ഒരു ധൃതിയുമില്ല എന്നതാണ് ആ പ്രത്യേകത. മാർക്ക് ഫെല്ലർ വീണ ഭാഗത്ത് മീശ ഓടിയെത്തിയപ്പോൾ മീശയ്ക്ക് നേരെ നടക്കുകയായിരുന്ന ആ രൂപങ്ങൾ രണ്ടും ഇപ്പോൾ അവർക്ക് നേരെ നടന്നു തുടങ്ങി. ആ രണ്ട് രൂപങ്ങളും അവർക്ക് നേരെ നടന്നു വരുമ്പോൾ അവരുടെ മുകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പ്രഷർ കൂടി തുടങ്ങി. അവരുടെ മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷർ കൂടിയോടുകൂടി രണ്ടുപേരുടെയും കാലുകൾ പതുക്കെ ദുർബലമായി തുടങ്ങി. രണ്ടുപേരും അവരുടെ കഴിവിന്റെ പരമാവധി ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുകയാണ്. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ എന്തെങ്കിലും മാർക്ക് ആലോചിക്കുക, ഞാനും എന്തെങ്കിലും ആലോചിക്കും. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും മീശയും മാർക്കും ഏതാണ്ട് തറയിൽ വീണ് കഴിഞ്ഞു. രണ്ടുപേരുടെയും എല്ലുകൾ പൊട്ടുന്നതിൻ്റെ ശബ്ദം അവർക്ക് പോലും കേൾക്കാം. അത്ര ശക്തമായ പ്രഷർ അവർക്ക് അനുഭവപ്പെടുന്നത്. ഇതുവരെയായിട്ട് ആ രണ്ട് രൂപങ്ങളും മാർക്കിനെയോ മീശയോ ആക്രമിച്ചിട്ടില്ല. അവര് നടന്നു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രഷർ, അതാണ് ഇപ്പോഴത്തെ വിഷയം. മാർക്ക് അവിടുന്ന് രക്ഷപ്പെടാനായി പല ഐഡിയാസും ആലോചിക്കുകയാണ്. ഇമോട്ടർ സ്ലൈങ് സെക്ഷനകത്ത് ആ ശവക്കല്ലറയുടെ കാവൽക്കാരായിരുന്ന ആ രണ്ട് രൂപങ്ങളുടെ കൈയാൽ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് മാർക്കിന് ആലോചിക്കാനേ വയ്യ. അതിനുവേണ്ടിയാണോ താൻ ഇത്രയും നാൾ പരിശ്രമിച്ചത്? അങ്ങനെ ഒരു ചോദ്യം മാർക്കിന്റെ മനസ്സിൽ അങ്ങനെ കയറി വരികയാണ്. മാർക്ക് ആ രൂപങ്ങൾ അടുത്തെത്താറായതും പെട്ടെന്ന് മാർക്കിന്റെ ആ നിലവറയിൽ നിന്ന് ആ ചിത്രം വലിച്ചെടുത്തു. ആ ശവക്കല്ലറയ്ക്കുള്ളിൽ നിന്ന് കിട്ടിയ 3 കാര്യങ്ങളിൽ ഒന്ന് ഒരു ചിത്രമാണ്. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ രൂപമാണ് ആ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. ആ ചിത്രം വലിച്ചെടുത്ത മാർക്ക് പെട്ടെന്ന് ആ ചിത്രം അവർക്ക് നേരെ നടന്നു വരുന്ന ആ രൂപങ്ങളുടെ നേരെ ഒരൊറ്റ ഏറി. ആ ചിത്രം മാർക്കിന്റെ കയ്യിൽ നിന്ന് പറന്നു പൊങ്ങി ആ രൂപങ്ങളുടെ നേരെ വന്നതും മാർക്കിനും മീശയ്ക്കും നേരെ നടക്കുകയായിരുന്ന ആ രണ്ട് രൂപങ്ങളും ശരിക്കും അങ്ങനെ അങ്ങ് നിന്നു പോവുകയാണ്. രണ്ടും നിശ്ചലമായി. രണ്ടുപേരുടെയും കണ്ണുകൾ ആ രൂപത്തിൽ അങ്ങനെ തറച്ചു നിൽക്കുകയാണ്. അത് കണ്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ ആ തുണിയും വളയും എടുക്ക്. ആ ശവക്കല്ലറയ്ക്കകത്ത് നിന്ന് ലഭിച്ച 3 വിഭവങ്ങളിൽ 2 മീശയുടെ കയ്യിലാണ്. മാർക്ക് പറഞ്ഞത് കേട്ടതും മീശ ഉടൻ തന്നെ അതെടുത്ത് മാർക്കിന് എറിഞ്ഞു കൊടുത്തു. മാർക്ക് ആ തുണി ആ രൂപങ്ങൾക്ക് നേരെ വലിച്ചെറിഞ്ഞതും പന്തം കണ്ട പെരിച്ചാഴി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പദപ്രയോഗം ഉണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ അവിടെ കാണുകയാണ്. ശരിക്കും അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് തുടർന്ന് അവിടെ മീശയും മാർക്കും കണ്ടത്. തങ്ങളുടെ മുന്നിൽ കണ്ട ആ ചിത്രത്തിലേക്ക് സ്തംഭിച്ച് നോക്കി നിന്ന ആ രണ്ട് രൂപങ്ങളും ഞെട്ടി വിറച്ച് ഭയന്ന് തിരിച്ചൊരു ഒറ്റ ഓട്ടം. ശരിക്കും അവർ ഓടിയ വഴിയിൽ പുല്ലുപോലും കുരുക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ വേഗതയിലാണ് അവർ ഓടിയത്. നന്നായി ഭയന്നിരുന്നു അവർ രണ്ടുപേരും. അത് കണ്ടതും തറയിൽ വീണ ആ വസ്ത്രവും ആ ചിത്രവും കുനിഞ്ഞെടുത്ത മീശ ആ ചിത്രം മാർക്കിന്റെ കയ്യിൽ കൊടുത്തിട്ട് മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ ബ്രേസ്ലെറ്റിംഗ് വാങ്ങിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ഒരു ജീനിയസ് ആണ്. ആ 2 ബോഡി ഗാർഡുകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലല്ലോ എന്ന് മീശ ആലോചിക്കുമ്പോഴാണ് മാർക്ക് ആ ചിത്രം പുറത്തെടുത്തത്. ആ ബോഡി ഗാർഡുകളെ നിയന്ത്രിക്കാൻ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ചിത്രത്തിന് കഴിയും എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം മാർക്കിന് ഉണ്ടായതാണ് ശരിക്കും മീശയെ അതിശയപ്പെടുത്തിയത്. മീശയാണെങ്കിൽ മീശയുടെ കയ്യിലുള്ള ആ മാജിക്കൽ നിലവറയിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന സകല ആയുധങ്ങളും എടുത്ത് ആ രൂപങ്ങൾക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് വെറും ഒരു ചിത്രം കൊണ്ട് അവരെ തടഞ്ഞു നിർത്തിയത്. അത് കേട്ടതും മാർക്ക് മീശയോട് പറഞ്ഞു,
മിശ എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് വേഗം പുറത്തിറങ്ങി പോവാം. മാർക്ക് പറഞ്ഞത് കേട്ടതും മീശ മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, നീ എന്താ പറഞ്ഞ? നീ എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നത്? മീശ, എനിക്ക് തിരിച്ചു പോണ്ടേ, നാട്ടിൽ പോണ്ടേ? മാർക്ക്, നീ പുറത്തു നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു? മീശ ചോദ്യം ചോദിച്ചപ്പോ മാർക്ക് കൗതുകത്തോടെ മീശയെ നോക്കി. അല്ല മീശ, നിങ്ങൾ എന്താ പറയുന്നത്? മാർക്ക്, ജിങ്ദു മാർഷൽ അസോസിയേഷൻ നീ ഈ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്ന് അവരുടെ ഫോറത്തിലൂടെ ലോകത്തെ മുഴുവൻ അറിയിച്ചിരിക്കുകയാണ്. നീ ഇവിടുന്ന് തിരിച്ചു ചെന്നാൽ അവർ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയില്ലേ? അത് അവരുടെ വിശ്വാസ്യതയെ ബാധിക്കില്ലേ? അവരുടെ വിശ്വാസ്യത കളഞ്ഞു കുടിക്കാതിരിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും അവർ നിന്നെ കൊല്ലും. അല്ലെങ്കിലേ അവന്മാർക്ക് നിന്നെ അത്ര പഥ്യമല്ല. ജിങ്ദു മാർഷൽ അസോസിയേഷൻ മാർക്കിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അക്കാര്യം ഇപ്പോൾ മാർക്കിനെ അറിയാം. മാർക്കിനെ കൊല്ലാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മാർക്കിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് പരിപാടി അവർ സംഘടിപ്പിച്ചത് തന്നെ. അക്കാര്യം ഇപ്പോൾ മാർക്കിന് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, ക്യാപ്റ്റൻ യാൻ ഗസ്വാൻ പച്ചയ്ക്ക് തന്നെ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. മാർക്ക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ബോട്ടം ക്ലാസ് ആളുകളാണെന്നും അവർ ഒരു കാരണവശാലും അപ്പർ ക്ലാസ്സുമായി മത്സരിക്കാൻ പാടില്ലെന്നൊക്കെയാണ് ക്യാപ്റ്റൻ യാൻ ഗസ്വാന്റെ അഭിപ്രായം. അത് മാർക്ക് കേട്ടതാണ്. മിശ, അപ്പോൾ എന്ത് ചെയ്യും? മാർക്ക്, എൻ്റെ അഭിപ്രായത്തിൽ നീ കുറച്ചുകൂടി ശക്തി നേടുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ലത്. മീശ മാർക്കിന്റെ ഒരു അഭ്യുദയകാംക്ഷയുടെ ശൈലിയിലാണ് സംസാരിക്കുന്നത്. അത് കേട്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ തുടരാം. മാർക്ക്, ഇവിടെ തന്നെ തുടരാമെന്ന് പറഞ്ഞ ഞാൻ ആ കല്ലറയിലേക്ക് മടങ്ങാൻ വിചാരിക്കുകയാണ്. മാർക്ക്, നിനക്കെന്താണ് വട്ടുണ്ടോ? ആഹാ, മാസ്ക് വെച്ച സ്ത്രീ കിടന്ന കല്ലറയാണത്. ആ ഭാഗത്തെങ്ങാനും ചെന്നാൽ ആ രൂപങ്ങൾ നിന്നെ കൊല്ലും. മീശ, ആ രൂപങ്ങളെ അടക്കി നിർത്താനുള്ള സംഭവം ഇപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ. എൻ്റെ കയ്യിൽ ചിത്രമുണ്ട്, അടക്കി നിർത്താൻ ആ തുണിയും കൂടി മതി. മീശ ഒരു കാര്യം ചെയ്യും, ആ തുണിങ്ങിത്താ. മാർക്ക് പറഞ്ഞത് കേട്ടതും രണ്ടാമതൊന്നും ആലോചിക്കാതെ മീശ ആ ബ്രേസ്ലെറ്റും തുണിയും മാർക്കിന് തന്നെ കൊടുത്തു. മാർക്ക്, സത്യത്തിൽ നീ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. അപകടത്തിന്റെ അവസാന വാക്ക് എന്നേ നമുക്ക് ആ ശവക്കല്ലറയും പരിസരത്തെയും പറയാൻ പറ്റും. ആ ഭാഗത്ത് ചെന്ന് കൾട്ടിവേറ്റ് ചെയ്യാനാണ് മാർക്ക് ആലോചിക്കുന്നത്. മാർക്കിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ ഡാർക്ക് എനർജി വേണമെന്നുള്ള കാര്യം മീശയ്ക്കും അറിയാം. മീശ തന്നെയാണ് മാർക്കിനെ ഇതുപോലുള്ള 3 സ്ഥലങ്ങളിൽ കൊണ്ടുപോയത്. അവിടെ നിന്ന് മാർക്ക് ഡാർക്ക് എനർജി സ്വീകരിച്ച് മാർക്കിന്റെ ശരീരത്തിൽ ഉള്ള സ്പിരിച്വൽ എനർജിയുമായി കമ്പൈൻ ചെയ്താണ് മാർക്ക് നേരത്തെ ഹാഫ് ഓഫ് മാർക്സ് ആയത്. അതുകൊണ്ട് തന്നെ ഡാർക്ക് എനർജി ഉള്ള സ്ഥലത്ത് മാർക്ക് പോയി കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ ഒരു തെറ്റായിട്ട് മെസ്സി കാണാനും വയ്യ. പക്ഷേ മാർക്കിന്റെ ധൈര്യം, മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവക്കല്ലാറെന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവമാണ്. അതുകൊണ്ടാണ് മീശ മാർക്കിന്റെ ധൈര്യത്തെ സമ്മതിച്ചുകൊണ്ട് മാർക്കിനെ അഭിനന്ദിച്ചത്. അത് കേട്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, അഭിനന്ദനമൊക്കെ അവിടെ ഇരിക്കട്ടെ, മീശ നിങ്ങൾ സമയത്ത് എന്നെ വന്ന് രക്ഷിക്കണം. മാർക്ക്, നീ അക്കാര്യത്തിൽ ഭയപ്പെടണ്ട, ഞാൻ ഇവിടെ തന്നെ കാണാം. ഈ ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷനിൽ ഒരുപാട് സ്ഥലങ്ങളില്ലേ, നമ്മൾ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ എക്സ്പ്ലോർ ചെയ്തോളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ വിശാലമായി കിടക്കുകയല്ലേ. അവിടെ എന്താ ഉള്ളതെന്ന് ആർക്കാ അറിയാവുന്നത്? ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ശരിക്കും ഒരു ആർക്കിയോളജിസ്റ്റായ മീശയ്ക്ക് അവിടെ അനവധി വിഭവങ്ങൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മീശ നേരത്തെ മനഃപൂർവ്വം ആ മാസ്ക് വെച്ച സ്ത്രീയെ ലക്ഷ്യമിട്ട് മാർക്കിനെയും കൊണ്ട് എത്തിയതാണ്. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവക്കല്ലറയിൽ അമൂല്യങ്ങളായ എന്തെങ്കിലും കാണുമെന്നാണ് മീശ കരുതിയത്. പക്ഷെ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് ആകെ 3 സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അയാൾക്ക് ആ ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷന്റെ ബാക്കി ഭാഗം എക്സ്പ്ലോർ ചെയ്യണം. മീശ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അങ്ങനെ തിരിഞ്ഞതും മാർക്ക് വീണ്ടും ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവക്കല്ലറ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഇപ്പൊ മാർക്കിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. മാർക്കിന്റെ കയ്യിൽ ആ ചിത്രവുമുണ്ട്, അതുപോലെ ആ വസ്ത്രവുമുണ്ട്. ആ വസ്ത്രം കണ്ട നിമിഷത്തിൽ ആ 2 ബോഡി ഗാർഡുകൾക്ക് ഉണ്ടായ ഭയം മാർക്കിന്റെ കണ്ണുകൊണ്ട് അളന്നതാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെ പറയുമ്പോഴും ആ ശവക്കല്ലറയിലേക്ക് സമീപിക്കുമ്പോൾ ശരിക്കും പ്രഷർ മാർക്കിന് മുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. കട്ടി കൂടിയ ഡാർക്ക് എനർജിയുടെ കേന്ദ്രത്തിലേക്കാണ് മാർക്ക് വരുന്നത്. അവിടെ
മഞ്ഞ് പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ ഡാർക്ക് എനർജി സകലയിടത്തും പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. എനർജി വായുവായി, വെള്ളമായി, ഹരാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്ര ശക്തിയായ രീതിയിൽ അവിടെ ഡാർക്ക് എനർജി ലഭ്യമാണ്. മാർക്ക് അവസാനം ആ കല്ലറിലെത്തി. കല്ലറിലെത്തുമ്പോൾ മാർക്ക് ആദ്യം നോക്കിയത് ആ ബോഡി ഗാർഡുകളെയാണ്. ആ 2 ബോഡി ഗാർഡുകളും നിശ്ചലരായി ആ ശവക്കല്ലറയുടെ അപ്പുറവും ഇപ്പുറവും കിടക്കുകയാണ്. ശവക്കല്ലറ അങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. മാർക്ക് മീശയും ചേർന്ന് നേരത്തെ തുറന്ന ആ ശവക്കല്ലറ അതുപോലെ തന്നെ ഉണ്ട്. മാർക്ക് ചുറ്റുപാടും നോക്കിയിട്ട് ആ ശവക്കല്ലറിൽ നിന്ന് അല്പം മാറിയിരുന്ന് പതുക്കെ കൾട്ടിവേഷൻ ആരംഭിച്ചു. ചുറ്റുമുള്ള ആ ഡാർക്ക് എനർജി മാർക്ക് അതിശക്തമായി വലിച്ചെടുത്തു തുടങ്ങിയാണ്. മാർക്കിന്റെ ശരീരത്തിൽ ആ ഇന്നർ കോറുകൾ വഴി വൻതോതിൽ സ്പിരിച്വൽ എനർജി മാർക്ക് ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആ സ്പിരിച്വൽ എനർജിയുടെ അതേ അളവിൽ ഡാർക്ക് എനർജി മാർക്കിന് സ്വീകരിക്കണം. അതിനുവേണ്ടിയാണ് മാർക്ക് ഡാർക്ക് എനർജി വലിച്ചെടുത്തു തുടങ്ങിയത്. ഡാർക്ക് എനർജി വലിച്ചെടുത്തു തുടങ്ങിയ മാർക്ക് സാവധാനം മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാർക്കിന്റെ ബോഡിക്കുള്ളിൽ ആ ഡാർക്ക് എനർജിയും ബ്രൈറ്റ് എനർജിയും കമ്പൈൻ ചെയ്ത് ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങി. ആ പ്രക്രിയ തുടങ്ങിയിട്ടും മാർക്കിന് അങ്ങോട്ട് ഒരു സ്വസ്ഥത വരുന്നില്ല. ശക്തമായ ശൈലിയിൽ മാർക്കിന്റെ ബോഡിയിലേക്ക് ആ ഡാർക്ക് എനർജി കയറുന്നില്ല എന്നൊരു തോന്നൽ മാർക്കിന് പോകുന്നു. മാർക്കിന് പെട്ടെന്നാണ് ഒരു ആശയം തോന്നിയത്. ആ ആശയം തോന്നിയതും മാർക്ക് ഇരുന്ന സ്ഥലത്ത് നിന്നിട്ട് നേരെ ആ ശവപ്പെട്ടിയുടെ അടുത്തെത്തി. തുറന്നു കിടക്കുന്ന ആ ശവപ്പെട്ടിക്കകത്തുനിന്ന് ടൺ കിടക്കുന്ന ഡാർക്ക് എനർജി പുറത്തേക്ക് വരുന്നത് ആ മുറി മുഴുവൻ കറുത്ത പുക കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായി മൂടപ്പെട്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ആ മുറിയിൽ കിടക്കുന്ന ഏതൊരാൾക്കും ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. എവിടെ നിന്നാണ് ആ ഡാർക്ക് എനർജി ഉയർന്നു വരുന്നതെന്നുള്ള സംശയമാണ് അവർക്ക് ഉണ്ടാവുക. ആ തറയിൽ കിടക്കുന്ന ബോഡി ഗാർഡുകളും ശവക്കല്ലറയും ചുവരും ഒക്കെ ആ പുക കൊണ്ട് മൂടി നിൽക്കുകയാണ്. ഇതിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആ ഡാർക്ക് എനർജി ഉയർന്നു വരാം. ഏതാണെന്ന് ഒരാൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിൽ അത്ര കട്ടിക്കാണ് ഡാർക്ക് എനർജി വരുന്നത്. പക്ഷെ മാർക്കിന് അറിയാം ഡാർക്ക് എനർജി എവിടെ നിന്നാണ് വരുന്നതെന്ന്. മാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് ആ ശവപ്പെട്ടിക്ക് അകത്തേക്ക് കയറി. ആ ശവപ്പെട്ടിക്ക് അകത്ത് കയറി മാർക്ക് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തത്. ആ പെട്ടിക്കകത്ത് ധ്യാനത്തിലിരിക്കുന്ന പോലെ കാലുകൾ മടക്കി കണ്ണടച്ച് ഒരൊറ്റ ഇരിപ്പ്. ശവപ്പെട്ടിക്കകത്തുനിന്ന് ഗുമ്മന് ആ ഡാർക്ക് എനർജി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മാർക്ക് കയറിയിരുന്നത്. അവിടെ കയറിയിരുന്ന മാർക്ക് കണ്ണ് അടച്ചിട്ട് അയാളുടെ ബോഡിയിലെ സകല ദൂരങ്ങളും തുറന്നുകൊണ്ട് ഡാർക്ക് എനർജി റിസീവ് ചെയ്ത് തുടങ്ങി. ശരിക്കും ഡാർക്ക് എനർജി മാർക്കിന്റെ എല്ലാ ദൂരങ്ങളിലൂടെയും മാർക്ക് വലിച്ചെടുക്കുകയാണ്. മാർക്കിന്റെ അച്ഛന്റെ ആ ലൈബ്രറിയിൽ നിന്ന് മാർക്ക് പഠിച്ച ആ ബ്രീതിങ് എക്സസൈസ് അതിന്റെ പരമോന്നതമായ രീതിയിൽ മാർക്ക് അവിടെ ഉപയോഗിച്ചു തുടങ്ങി. സമയം അതിവേഗം അങ്ങനെ കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് ആ ദിവസവും കടന്നുപോയത്. ഒരു ദിവസം കഴിഞ്ഞു, 2 കഴിഞ്ഞു, അതിവേഗം ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ചയായി, 3 ആഴ്ചയായി. മാർക്ക് ആ ബ്രീതിങ് അങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന് പുറത്ത് ന്യൂ സെലസ്റ്റിലും ചുറ്റുപാടുമായി പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻ സിറ്റിയിൽ സെയിന്റ് കൺഫ്യൂഷൻ സെക്ഷന്റെ പേര് മാറ്റി മാർക്ക് ആരംഭിച്ച ഗ്രീൻ മൂൺ വില്ലയിൽ സെക്ഷൻ മാസ്റ്റർ ഷെൻ യാനിക്കിന്റെ ആ മുറിയിൽ ഇപ്പോ നീൽ ഫ്ലെമിംഗ് എത്തിയിരിക്കുകയാണ്. നീല് ഷെൻ യാനിക്കിനോട് പറഞ്ഞു, മിസ് ഷെൻ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. മാർക്ക് ഫെല്ലറാണ് നീലിനെയും താനിഷിയും അവിടെ എത്തിച്ചത്. മാർക്ക് ഫെല്ലർ ജിങ്ദു മാർഷൽ അസോസിയേഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് ട്രെയിനിങ്ങിന് പോകാൻ തീരുമാനിച്ച സമയത്ത് മാർക്ക് ചിൽഷെയറിലായിരുന്ന നീൽ ഫ്ലെമിങ്ങിനെയും താനിഷിയും അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനിടയിൽ തന്നെ മാർക്കിന്റെ നിർദ്ദേശപ്രകാരം വിന്നി ഫെങ്ങിനെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ മീശയും കൂടെ ചേർന്നാ ചെയ്തത്. മാർക്കിന്റെ നിർദ്ദേശപ്രകാരം ഗ്രീൻ മൂൺ വില്ലയിൽ നീൽ എത്തിയിട്ട് ഇപ്പൊ ഏകദേശം 2 മാസം ആകാറാവുകയാണ്. നീല് ഷീൻ യാനിക്കിനോട് പറഞ്ഞു, മിസ് ഷീൻ, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ വയ്യ. നീല് കൂടെ പോയാൽ എങ്ങനെയാ? സെക്ഷൻ മാസ്റ്റർ ഷീൻ, എന്നോട് ക്ഷമിക്കണം. മാർക്കില്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. നീൽ,
നീൽ ഇവിടെ നിന്നാലല്ലേ നീലിന്റെ കൾട്ടിവേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സെക്ഷൻ മാസ്റ്റർ ഷെൻ, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചത്. ഞാൻ 1 കൊല്ലത്തിന് മുമ്പാണ് മാർക്കിനെ പരിചയപ്പെട്ടത്. അന്ന് മുതൽ ഞാൻ മാർക്കിനൊപ്പമായിരുന്നു. സത്യത്തിൽ മാർക്കിനൊപ്പം കൂടിയതിനു ശേഷം ഞാൻ എൻ്റെ കൾട്ടിവേഷനൊക്കെ അങ്ങ് മറന്നായിരുന്നു. എനിക്ക് സംരക്ഷണം നൽകാൻ മാർക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നീട് കൾട്ടിവേഷനിൽ വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നത്. ഇപ്പോൾ മാർക്കില്ലല്ലോ. എനിക്ക് മാർക്കിനെ കൊല ചെയ്ത ആളുകളെ വെറുതെ വിടാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ അനുസരിച്ച് എനിക്ക് അവരെ നേരിടാൻ പറ്റില്ല. ഞാൻ കൂടുതൽ ശക്തി ആർജിക്കണം. അതിന് ഞാൻ ഇവിടെ നിന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മാർക്ക് ഫെല്ലറെ ഇല്ലാതാക്കിയ ശക്തികൾക്കെതിരെ പോരാടാൻ തനിക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ താൻ ആ ഗ്രീൻ മൂൺ വില്ലയിൽ നിന്ന് പുറത്തുപോയി മറ്റെവിടെയെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യണമെന്നൊരു തോന്നൽ ഇപ്പോൾ നീലിൻ്റെ മനസ്സിലുണ്ട്. നീൽ അക്കാര്യം വളരെ വ്യക്തമായും മിസ് യാനിക്കിനോട് പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ മറുപടിയൊന്നുമില്ല. നീൽ ഫ്ലെമിംഗ് അവരുടെ യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നീലിനെ കാത്തു നിൽക്കുകയാണ് സാക്ഷാൽ താനിഷി. താനിഷിയോട് നീല് അവൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടതും താനിഷി നീലിനോട് പറഞ്ഞു, ഞാനും ഇവിടുന്ന് പോവുകയാണ്. ഞാൻ ആൽക്കമിസ്റ്റ് പൗലിയിലേക്ക് പോവാം. മാർക്ക് ഫെല്ലർ വിളിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചിൽഷറിൽ നിന്ന് താനിഷി അവിടെ ഗ്രീൻ മൂൺ വില്ലയിൽ എത്തിയത്. ഇപ്പം മാർക്കുമില്ല, നീലുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ താനിഷി അവിടെ നേരെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയിലേക്ക് തിരിച്ചു. ഈ സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗ്രീൻ മൂൺ വില്ലയിൽ സെക്ഷൻ മാസ്റ്റർ എന്ന ലേബല് മാത്രമേ ഷെൻ യാനിക്കിനുള്ളൂ. യഥാർത്ഥ സെക്ഷൻ മാസ്റ്റർ ഇപ്പോൾ ഡെങ് ഷെങ്ങാണ്. നേരത്തെ സെയിൻറ്റ് കൺഫ്യൂഷൻ സെക്ഷൻ്റെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആയിരുന്ന അതേ ഡെങ് ഷെങ് ഇവിടെ മാർക്കിൻ്റെ നിർദ്ദേശാനുസരണം ഷെൻ യാനിക്കിൻ്റെ ഡെപ്യൂട്ടിയായി വർക്ക് ചെയ്യുകയായിരുന്നു. മാർക്ക് കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായതും അയാൾക്ക് ലഭിച്ച അവസരം ഉപയോഗിച്ചു തുടങ്ങി. ഡെങ്ങിനെ അനുകൂലിക്കുന്ന ആളുകൾ ആ സെക്ഷനിൽ കൂടിക്കൂടി വരികയാണ്. ഡെങ് ഇപ്പോൾ എല്ലാ ദിവസവും നോക്കുന്നത് ആ സെക്ഷന്റെ മുന്നിൽ കാണുന്ന മാർക്ക് ഫെല്ലറുടെ പ്രതിമയിലേക്കാണ്. അധികാരം പൂർണ്ണമായും അയാളുടെ കയ്യിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം അയാൾ ചെയ്യാൻ പോകുന്നത് ആ പ്രതിമ പൊളിച്ചു കളയുക എന്നുള്ളതാണ്. അതിനുശേഷം ഗ്രീൻ മൂൺ വില്ല എന്നുള്ള ആ ബോർഡ് മാറ്റിയിട്ട് പഴയ ബോർഡ് വയ്ക്കണം, സെയിൻറ്റ് കൺഫ്യൂഷൻസ് സെക്ഷൻ. അതാണ് ഡെങ് ഷെങ്ങിൻ്റെ ടാർഗറ്റ്. ആ വിവരം ഷെങ് യാനിക്കിനെ അറിയുകയും ചെയ്യാം. ഷെങ് യാനിക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ മുറിയിലെ ഒരു തടവുകാരിയാണ് എന്നതാണ് സത്യം. സകല അധികാരങ്ങളും ഡെങ് ഷെങ്ങിലേക്ക് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലി മാസ്റ്റർ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സാക്ഷാൽ ജിയാങ് ഹേ കടന്നു വന്നത്. ജിയാങ് ഹേയ്ക്കും ചായ പകർന്നു കൊടുത്ത പൗലി മാസ്റ്റർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിയാങ് ഹേ പൗലി മാസ്റ്ററോട് ചോദിച്ചു, യുവാന, മാർക്ക് ഫെല്ലറെ കുറിച്ച് കേൾക്കുന്ന കഥയിൽ എന്താണ് യുവാനയുടെ അഭിപ്രായം? അത് കേട്ടതും പൗലി മാസ്റ്റർ യുവാന ജിയാങ് ഹേ നോക്കി ഒന്ന് ചിരിച്ചു. അതിനുശേഷം അവർ ജിയാങ് ഹേയോട് പറഞ്ഞു, ഓട് മാസ്റ്റർ ജിയാങ് ഹേ, നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് യുവാന ചിരിച്ചു. യുവാന ചിരിച്ചതും ജിയാങ് ഹേയും ചിരിച്ചു പോവുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് യുവാന ആ ഡയലോഗ് പറഞ്ഞത്. അതുകൊണ്ടാണ് ജിയാങ് ഹേയും ചിരിച്ചത്. ചിരിച്ചുകൊണ്ട് ജിയാങ് ഹേ പൗലി മാസ്റ്ററോട് പറഞ്ഞു, എനിക്കും മാർക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ജിങ്ദു മാർഷൽ അസോസിയേഷൻ മാർക്കിനെതിരാണ്. മാർക്ക് തൽക്കാലം ഒളിവിൽ കഴിയുന്നതാണ് നല്ലത്. മാർക്ക് ഫെല്ലർ ജിങ്ദു മാർഷൽ അസോസിയേഷൻ പറയുന്നത് പോലെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പൗലി മാസ്റ്റർ യുവാനയ്ക്കോ ജിയാങ് ഹേക്കോ ഒരു സംശയവുമില്ല. മാർക്ക് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവർക്ക് വിശ്വാസയോഗ്യമായ ഒരു തെളിവ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ആ കോൺഫിഡൻസ് അവർക്കുള്ളത്. ജിയാങ് ഹേ പറഞ്ഞത് കേട്ടതും പൗലി മാസ്റ്റർ ജിയാങ് ഹേയോട് പറഞ്ഞു, അതെ, അതാണ് എനിക്കും തോന്നുന്നത്. അവൻ തൽക്കാലം കുറച്ചുനാൾ ഒളിവിൽ നിൽക്കട്ടെ. അവൻ അവൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പുറത്തു വന്നാലും പ്രശ്നമില്ല. ഇപ്പോൾ അവൻ പുറത്തു വന്നാൽ ചിലപ്പോൾ മാർഷൽ അസോസിയേഷൻകാരെ മാർഷൽ സെയിന്റിനെ വരെ രംഗത്തിറക്കാനുള്ള സാധ്യതയുണ്ട്. മാർഷൽ സെയിന്റ് ഒരു ഡിവൈൻ സംഭവമാണെന്ന് പറയാം. ശരിക്കും അതിനപ്പുറത്തേക്ക് ഒരു ശക്തിയെക്കുറിച്ച് ആ നാട്ടിൽ ആരും കേട്ടിട്ട് പോലുമില്ല. മാർഷൽ സെയിന്റിന് തകർക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നൊരു വിശ്വാസം
പൈറോയിലെ എല്ലാ മാർഷൽ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. അത്രയും ശക്തനായ ഒരു മാർഷൽ സെയിന്റിനെ അവർ മാർക്കിനെതിരെ ഇറക്കിയാൽ മാർക്കിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ഓർമ്മയുള്ളത് കൊണ്ടാണ് പൗലി മാസ്റ്റർ അങ്ങനെ പറഞ്ഞത്. പൗലി മാസ്റ്റർ അത് പറഞ്ഞതും ജിയാങ് ഹേ പൗലി മാസ്റ്ററോട് പറഞ്ഞു, അല്ല യുവാന, ഇപ്പോൾ ഞാനൊരു വാർത്ത ഫോളോ ചെയ്യുകയാണ്. ആ ജിങ്തു മാർഷൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. അവര് ഏതോ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് 3 അതിശക്തരെ സൃഷ്ടിച്ചു എന്നാണ് ഞാൻ കേട്ടത്. വെറും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിരുന്ന ആളുകളെ ദിവസങ്ങൾ കൊണ്ട് മാർക്വസായി അവർ മാറ്റിയെന്നാണ് അവരുടെ ആ ഫോറത്തിലെ കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അങ്ങനെ ആയ ആ മാർക്വിസ്റ്റുകൾ അനവധി ഓൾഡ് മാർക്വിസ്റ്റുകളെ പരാജയപ്പെടുത്തിയെന്നും ശരിക്കും കമന്റുകൾ ഞാൻ കണ്ടു. ജിയാങ് ഹേ പറഞ്ഞ കാര്യം പൗലി മാസ്റ്റർക്ക് അറിയാവുന്ന കാര്യമാണ്. പൗലി മാസ്റ്റർ ജിയാങ് ഹേയോട് പറഞ്ഞു, അതെ, ഞാനും ആ വാർത്ത വായിച്ചിരുന്നു. ആ വാർത്ത കേട്ടപ്പോൾ ഞാനൊരു പഠനവും നടത്തി. ശരിക്കും ആ വാർത്തയുടെ പിന്നിൽ ഒരു വലിയ ചതിയുണ്ട്. യുവാന, നീ എന്താ പറയുന്നത്? ജിയാങ് ഹേ എമിലി ബ്ലാക്കിന്റെ ബ്ലഡ് ലൈൻ ഉപയോഗിച്ച് ഈ ജിങ്തു മാർഷൽ അസോസിയേഷൻ ശക്തമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാന, നീ എന്താ പറയുന്നത്? എമിലി ബ്ലാക്കിന്റെ ബ്ലഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ആളുകളെ സൃഷ്ടിക്കുന്നു. ഓൾമാസ്റ്റർ ജിയാങ് ഹേ, എനിക്ക് അത്രയേ അറിയത്തുള്ളൂ. ആ സൃഷ്ടിക്കപ്പെട്ട ആളുകൾക്കും എമിലി ബ്ലാക്കിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് 100% ഉറപ്പാണ്. എമിലി അവർ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് തന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് രക്തമെടുക്കാനാണെന്ന് ഒരു കഥ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ജിയാങ് ഹേക്ക് യുവാന പറയുന്ന കാര്യം വല്ലാത്തൊരു അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. എമിലി ബ്ലാക്ക് കുടുംബത്തിലെ ഏറ്റവും മൂത്ത പെൺകുട്ടി എന്ന നിലയിൽ പൈറോ മുഴുവൻ അറിയപ്പെട്ടിരുന്ന ആളാണ്. ആ എമിലിയാണ് ഇപ്പോൾ ഇതാ ജിങ്തു മാർഷൽ അസോസിയേഷൻ തടവിട്ടിരിക്കുന്നത്. ആ രക്തം ഉപയോഗിച്ച് ഗ്രാൻഡ് മാസ്റ്റേഴ്സായ 3 ആളുകളെ മാർക്വിസാക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. ജിയാങ് ഹേയും പൗലി മാസ്റ്ററും ഒക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇമോട്ടോ സ്ലെയിങ് സെക്ഷനിൽ മാർക്ക് ഫെല്ലർ ആ ഡാർക്ക് എനർജി അങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങളും ആഴ്ചകളും ഇങ്ങനെ അതിവേഗം കടന്നു പോവുകയാണ്. മാർക്ക് ഫെല്ലർ അതിവേഗതയിലാണ് 2ാമത്തെ ലെവൽ മാർക്വിസിൽ നിന്ന് 4ാമത്തെ ലെവലിലേക്ക് കടക്കുന്നത്. 4 ലെവല് കടന്നിട്ടും മാർക്കിനെ തിരക്കി ആ മീശ എത്തിയതേയില്ല. മീശ എത്താത്തത് കൊണ്ട് മാർക്ക് കരുതിയത് സമയം അത്രയൊന്നും ആയിട്ടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് വീണ്ടും ഡാർക്ക് എനർജി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ന്യൂ സെലസ്റ്റൽ യാവുമെങ്ങിന്റെ വസതിയിൽ കോങ് യാനിക്കും യുവാൻ ഷോയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിക്കുന്നത് ആ 3 ചെറുപ്പക്കാരെ കുറിച്ചാണ്. ആ ചെറുപ്പക്കാർ ഇപ്പോൾ ഒരു ഓളം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂ സെലസ്റ്റൽ അവരെ എതിരിടുന്ന എല്ലാ ആളുകളെയും അവർ നിഷ്പ്രയാസം തോൽപ്പിക്കുകയാണ്. ആ വാർത്തകൾ വായിച്ചുകൊണ്ടിരുന്ന യാവോമെങ് കോങ് യാനിക്കിനോട് ചോദിച്ചു, കോങ്, നിനക്ക് അവരെ നേരിടാനുള്ള ധൈര്യമുണ്ടോ? ഹേയ് യാവോ, നീ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? അവന്മാർ ഇന്നലത്തെ മഴയത്ത് ഇങ്ങോട്ട് കുരുത്തു വന്നതല്ലേ ഉള്ളൂ. അല്ല, അവന്മാരെ നേരിടാൻ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? അത് കേട്ടത് യുവാൻ ചോദിച്ചു, അല്ല കോങ്, എന്നാ പിന്നെ അവരുമായിട്ടൊരു മത്സരം സംഘടിപ്പിക്കേ. യുവാൻ ഷോ വളരെ ആധികാരികതയോടുകൂടി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ കോങ് ഉറക്കെ ആ 2 സുഹൃത്തുക്കളോടായി പറഞ്ഞു, അതെ, ഞാനും അതാ ചെയ്യാൻ പോകുന്നത്. ചെപ്പടി വിധിയിലൂടെ മാർഷൽ ആർട്ടിസ്റ്റ് ആകുന്നതും യഥാർത്ഥ മാർഷൽ ആർട്ടിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ലോകം അറിയണം. അതിന് ഞാൻ അവന്മാരെ നേരിട്ടാലേ പറ്റൂ. അങ്ങനെ കോങ് യാനിക്ക് പ്രഖ്യാപിച്ചതും അതിവേഗം ആ വാർത്ത പബ്ലിക്കായി. പൈറോയിലെ യങ്ങർ ജനറേഷനിലെ നമ്പർ 2 ആയ കോങ് യാനിക്കും ആ പുതിയ സെൻസേഷനായ 3 പേരും തമ്മിലുള്ള ഫൈറ്റിന്റെ വാർത്തയാണ് മാർഷൽ ആർട്സ് ഫോറത്തെ പിടിച്ചു കുലുക്കുന്നത്. അതിവേഗം വെന്യൂ തീരുമാനിക്കപ്പെട്ടു, മത്സരവും ആരംഭിച്ചു. കോങ് യാനിക് പൈറോയിലെ ആ യങ്ങർ ജനറേഷന്റെ നമ്പർ 2 ആയതുകൊണ്ട് തന്നെ സകല ആളുകളുടെ ശ്രദ്ധ ആ ഫൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ശക്തമായൊരു ഫൈറ്റാണ് കോങ് യാനിക്കും ആ 3 ചെറുപ്പക്കാരും തമ്മിൽ നടന്നത്. അതിശക്തമായ ആ ഫൈറ്റ് 3 ദിവസമാണ് നീണ്ടു നിന്നത്. 3ാം ദിവസം വൈകുന്നേരമായപ്പോൾ കോങ് യാനിക് ഒരു പരുവത്തിൽ ആ 3 ചെറുപ്പക്കാരെയും പരാജയപ്പെടുത്തി. ആ ചെറുപ്പക്കാരെ പരാജയപ്പെടുത്തിയെങ്കിലും കോങ് യാനിക്കിന്
ശരിക്കും ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ആ ഫൈറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കോങ് യാനിക് യാവോ മെങ്ങിനോടും യുവാൻ ഷോയോടും പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, യുവമാർക്ക് എങ്ങനെയാണ് ഇത്രയും ശക്തി കിട്ടിയത്? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വെറും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് മാത്രമായിരുന്ന ആ മൂവർ സംഘം മാർക്കസ് ആയത് മാത്രമല്ല, വൻതോതിൽ ശക്തി നേടിയിരിക്കുകയുമാണ്. മാർക്കസിലെ സെക്കൻഡ് ലെവൽകാരനാണ് യഥാർത്ഥത്തിൽ കോങ് യാനിക്. ആ കോങ് യാനിക്കിനെ 3 ദിവസം പിടിച്ചു നിർത്താൻ ആ മൂവർ സംഘത്തിന് പറ്റിയെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഭവമേ അല്ല. ഈ വാർത്ത ശരിക്കും ഒരു കോളിളക്കം തന്നെ ന്യൂസ് സർവീസിൽ സൃഷ്ടിച്ചു എന്ന് പറയാം. ഈ വാർത്ത മാർഷൽ ആർട്സ് ഫോറത്തിൽ ശരിക്കും ചർച്ചാ വിഷയമായ ആ ദിവസം വൈകുന്നേരം ആയപ്പോൾ ജിങ്ദു മാർഷൽ അസോസിയേഷനിലെ ആ ജയിലിനകത്തുകൂടി നടക്കുകയാണ് അസോസിയേഷന്റെ പ്രസിഡന്റ് സാക്ഷാൽ ക്യൂ ഷിനിൻ. ക്യൂ ഷിനിനൊപ്പം ഒരു പ്രായമുള്ള സ്ത്രീയുണ്ട്. ലേശം മുതുക് വളഞ്ഞിട്ടുള്ള ആ സ്ത്രീക്ക് ഏകദേശം ഒരു 80 വയസ്സോളം പ്രായം വരും. ആ സ്ത്രീയോട് വളരെ ബഹുമാനപൂർവ്വമാണ് ക്യൂ ഷിനിൻ സംസാരിക്കുന്നത്. ഗ്രാനി, ഇപ്പൊ നമ്മുടെ കുട്ടികൾ ശരിക്കും വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ഷിനിൻ, അവരുടെ ശക്തി വിലയിരുത്തിയാൽ അവരിപ്പോ ആ മാർക്ക് ഫെല്ലറുടെ കപ്പാസിറ്റിക്കൊപ്പം എത്തിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, എനിക്കും അതാ തോന്നുന്നത്. മാർക്ക് ഫെല്ലർക്കൊപ്പം മാർക്ക് ഫെല്ലറുടെ അതേ ശക്തി അവരും നേടിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ഷിനിൻ ഒന്ന് അറച്ചിട്ട് ഗ്രാനി ക്വിനോട് ചോദിച്ചു, ഗ്രാനി ക്വിൻ, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏയ് ഷിനിൻ, നീ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കും എമിലിയുടെ ആ ബ്ലഡ് വേണം, അതല്ലേ നിന്റെ മനസ്സിലുള്ളത്? ഗ്രാനി, അത് തന്നെയാണ്. പക്ഷെ അത് ഞാൻ എങ്ങനെ ചോദിക്കുന്നു കരുതിയിട്ടാ ചോദിക്കാതിരുന്നത്. ഏയ് ഷിനിൻ, നീ ഈ ജിങ്ദു മാർഷൽ അസോസിയേഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളല്ലേ. നിനക്കും ആ ബ്ലഡ് ലൈനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നിനക്ക് അതിനൊരു ചാൻസ് ഞാൻ ഉണ്ടാക്കിത്തരാം. ക്യൂ ഷിനിൻ യഥാർത്ഥത്തിൽ ജിന്ദു മാർഷൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണെന്ന് പറയുമെങ്കിലും ഹയർ അതോറിറ്റികൾ കൊടുക്കുന്ന അധികാരം മാത്രമേ അവനുള്ളൂ. ക്യൂ ഷിനിൻ ആർക്കൊക്കെ എമിലി ബ്ലാക്കിന്റെ രക്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഹയർ അതോറിറ്റികളാണ്. ആ ഹയർ അതോറിറ്റി ക്യൂ ഷിനിന് ആ രക്തം ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്താലേ ക്യൂ ഷിനിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇതാ ഹയർ അതോറിറ്റിയുടെ ഭാഗമായ ആ ഗ്രാനി ക്വിൻ ആ പെർമിഷനാണ് ക്യൂ ഷിനിന് കൊടുത്തിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഷിനിന് ശരിക്കും സന്തോഷമായി. ഷിനിന്റെ മുഖത്തെ സന്തോഷം കണ്ടതും ഗ്രാനി ഷിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ എന്നാ പിന്നെ ഞാൻ യാത്രയാവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവർ അതിവേഗം ജയിലിന് ഇടയിലുള്ള ഒരു കോറിഡോറിലൂടെ വലത് ഭാഗത്തേക്ക് ലൈറ്റനിങ് വേഗതയിൽ അങ്ങ് നടന്നു പോവുകയാണ്. അവര് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഷിന്റെ കൺമുന്നിൽ നിന്ന് അവർ അപ്രത്യക്ഷയായി. അവർ പോകുന്ന ആ വഴിയിലൂടെ പോകാനുള്ള പെർമിഷൻ ഷിനിന് ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആ വഴിയിലേക്ക് നോക്കി നിൽക്കാനേ ഷിനിന് പറ്റൂ. ആ സ്ത്രീ അപ്രത്യക്ഷമായി കഴിഞ്ഞതും ഷിനിൻ തൻ്റെ തൊട്ടു മുന്നിൽ കാണുന്ന ആ കൂട്ടിലോട്ട് നോക്കി. അപ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നുള്ള കാര്യം അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു തന്നെ. അയാൾ നിൽക്കുന്നത് എമിലി ബ്ലാക്കിന്റെ കൂടിന് മുന്നിലാണ്. അപ്പോഴും എമിലി ബ്ലാക്ക് അവിടെ ആ കൂട്ടിനകത്ത് വായുവിൽ അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അനവധി ട്യൂബുകൾ കൊണ്ട് എമിലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവളുടെ മുഖം ശരിക്കും വിളറിയിട്ട് തന്നെയാണ്. അവളുടെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി ജിങ്ദു മാർഷൽ അസോസിയേഷൻകാർ വളരെ ശ്രദ്ധാപൂർവം മരുന്നുകളും അതുപോലെ ഭക്ഷണവും അവൾക്ക് കൃത്യ അളവിൽ കൊടുക്കുന്നുണ്ട്. എന്നാലും ദിവസവും രക്തം എടുക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ബോഡിയിൽ ക്ഷീണം വ്യക്തമാണ്. ഗ്രാനി ക്വിനും ഷിനും തമ്മിൽ സംസാരിച്ച ഏതാനും വാക്കുകൾ എമിലി ബ്ലാക്ക് കേട്ടിരുന്നു. ആ ശബ്ദം കേട്ട എമിലി ബ്ലാക്ക് പാടുപെട്ട് കണ്ണു തുറക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ കണ്ടത് സാക്ഷാൽ ഷിന്നിനെയാണ്. ക്യൂ ഷിന്നെ കണ്ടതും എമിലി അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയതും ക്യൂ ഷിനൻ എമിലിയോട് പറഞ്ഞു, ഏയ് മിസ് ബ്ലാക്ക്, നിങ്ങൾ ശരിക്കും ഞങ്ങൾക്കൊരു അസറ്റാണ്. നിങ്ങൾ കാരണം എത്ര ആളുകളാണ് രക്ഷപ്പെടുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ശരിക്കും ഈ ജിങ്ദു മാർഷൽ അസോസിയേഷനെ ഈ ലോകത്തിലെ നമ്പർ 1 ആക്കും. അതിലെനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. എമിലി ബ്ലാക്കിന്റെ രക്തമാണ് ഇനി അയാളും സ്വീകരിക്കാൻ പോകുന്നത്. അതിൻ്റെതായ സന്തോഷം
സ്വാഭാവികമായിട്ടും ക്യൂഷിന്റെ ശബ്ദത്തിലുണ്ട്. അത് കേട്ടതും എമിലി അയാളോട് പറഞ്ഞു, ഏയ് നീയൊക്കെ അനുഭവിക്കും, നിന്നെയൊക്കെ തകർക്കൂടാ. അത് കേട്ടതും ഷിനിൻ എമിലിയോട് ചോദിച്ചു, അല്ല എമിലി, നീ ഞങ്ങളെ തകർക്കും എന്നൊക്കെ പറയുന്നല്ലോ, ആരാ ഞങ്ങളെ തകർക്കുന്നത്? ആരാ നിന്നെ അതിന് സഹായിക്കുക? ഓ, നിനക്ക് വേണ്ടി മാർക്ക് എന്ത് ചെയ്യുമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അയ്യോ എമിലി, സത്യമായിട്ടും നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ എമിലിയുടെ കണ്ണുകൾ നോക്കിക്കൊണ്ട് എമിലിയോട് പറഞ്ഞു, എമിലി, നിന്റെ ആ മാർക്കുണ്ടല്ലോ, അവൻ ചത്തുപോയി. ശരിക്കും ആകാശത്തു നിന്ന് ഒരു മിന്നൽ തലയിൽ വീണാൽ എങ്ങനെ നമ്മൾ വിറച്ചു പോകുമോ, അങ്ങനെ ഒരു വിറയലാണ് അത് കേട്ടപ്പോൾ എമിലി ബ്ലാക്കിന്റെ ബോഡിയിലുണ്ടായത്. ശരിക്കും ആ വിറയൽ അവളെ ബന്ധിച്ചിരിക്കുന്ന ആ ട്യൂബുകളിലേക്കും പ്രതിഫലിച്ചു. എമിലിയുടെ തലയിലെ മുടികൾ പോലും പെട്ടെന്ന് അങ്ങ് ഞെട്ടി വിറച്ചു എന്ന് പറയാം. കണ്ണു തുറച്ച് ഷെനോട് പറഞ്ഞു, ഹേയ്, അനാവശ്യം പറയരുത്, അങ്ങനെ മാർക്കിനെ കൊല്ലാൻ ആർക്കും പറ്റില്ല. ഹേ എമിലി, ഞാൻ പറഞ്ഞ സത്യമാണ്, അവൻ മരിച്ചിട്ട് കുറേ നാളായി. നിന്നോട് ആരും അത് പറഞ്ഞില്ലല്ലേ? ഏയ് ഷിനിൻ, കള്ളം പറയണ്ട, കള്ളം പറഞ്ഞെന്നെ പറ്റിക്കാൻ നോക്കണ്ട. അങ്ങനെ എമിലി പറഞ്ഞതും ക്യൂഷൻ ചിരിച്ചുകൊണ്ട് എമിലി ബ്ലാക്കിനോട് പറഞ്ഞു, മിസ് എമിലി ബ്ലാക്ക്, എനിക്ക് നിങ്ങളോട് കള്ളം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. പിന്നെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സത്യം ഞാൻ പറഞ്ഞു, മാർക്ക് മരിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൂളായിട്ട് തിരിച്ചടക്കുകയാണ്. അത് കണ്ടതും എമിലി അലറി വിളിച്ചു, ഏയ് ഏയ് സത്യം പറ, മാർക്ക് ജീവനോടുണ്ടെന്ന് പറ, മാർക്ക് 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 എന്ന് എമിലി വിളിക്കുമ്പോഴേക്കും എമിലിയുടെ ശബ്ദം ഏതാണ്ട് ഇടറി തുടങ്ങി. അവളുടെ സകല പ്രതീക്ഷയും മാർക്ക് ഫെല്ലറിലാണ്. ആ മാർക്ക് ഫെല്ലർ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവൾക്ക് ഈ ലോകം അവസാനിച്ച പ്രതീതിയാണ്. അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഈ ഭൂമിയിൽ ഒരേ ഒരാൾക്കേ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസമാണ് എമിലി ബ്ലാക്കിനുള്ളത്. ആ വിശ്വാസം അവൾ വെച്ച് പുലർത്തുന്നത് മാർക്ക് ഫെല്ലറിലാണ്. ആ മാർക്ക് ഫെല്ലർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പൊ ഇതാ ക്യൂഷൻ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യം കളവായിരിക്കും എന്നുള്ള കാര്യത്തിൽ എമിലിക്ക് ഒരു സംശയവുമില്ല. എമിലി അത് സത്യമാണെന്ന് വിശ്വസിക്കാനേ തയ്യാറല്ല. ഈ സമയത്ത് പെട്ടെന്ന് ഇമോർട്ടൽ സ്ലെയിൻ സെക്ഷനിൽ മാർക്ക് ഫെല്ലറുടെ കണ്ണുകൾ ഒന്ന് ഞെട്ടി വിറച്ചു. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് കണ്ണു തുറക്കിയായിരുന്നു. മാർക്കിനെ ആരോ വിളിച്ചതുപോലെ മാർക്കിന് തോന്നിയത് കൊണ്ടാണ് മാർക്ക് കണ്ണു തുറന്നത്. മാർക്കിന് ഇപ്പോ ഡാർക്ക് എനർജി അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. മാർക്കിന്റെ ശരീരത്തിന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ഡാർക്ക് എനർജി മാർക്ക് വലിച്ചെടുത്തു കഴിഞ്ഞു. ഇനിയും ഡാർക്ക് എനർജി വലിച്ചെടുക്കണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് മാർക്കിന്റെ ശരീരത്തിൽ ബ്രൈറ്റ് എനർജി കയറണം. അതിനെ സംയോജിപ്പിക്കുകയും വേണം. ശരീരത്തിനുള്ളിലെ ഡാർക്ക് എനർജിയും ബ്രൈറ്റ് എനർജിയും സംയോജിപ്പിച്ച് സർക്കുലേറ്റ് ചെയ്തതിന് ശേഷമേ മാർക്കിന് ഇനി ഡാർക്ക് എനർജി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ബോധ്യം വന്നതും മാർക്ക് ആ ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്കിന് അറിയില്ല താൻ എത്ര ദിവസം അതിനകത്തായിരുന്നു എന്നുള്ള കാര്യം. മാർക്ക് ചുറ്റും നോക്കി. ഇപ്പോഴും അകത്ത് ശരിക്കും ഡാർക്ക് എനർജി ഉണ്ട്. മാർക്കിന് സ്പിരിച്വൽ എനർജി കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു മാർഗമുണ്ട്. ആ ദ്വീപിന്റെ അടിയിലുള്ള ഇന്നർ കോറുകൾ എന്ന് പറയുന്നത് സ്പിരിച്വൽ എനർജിയുടെ വൻ കേന്ദ്രമാണ്. സ്പിരിച്വൽ എനർജിക്ക് വേണ്ടി ആ കോറുകൾ മാർക്കിന് ഉപയോഗിക്കും. പക്ഷെ മാർക്കിന്റെ കയോട്ടിക് ബോഡി ആയതുകൊണ്ട് തന്നെ കൾട്ടിവേഷൻ ശരിയായി നടക്കണമെങ്കിൽ സ്പിരിച്വൽ എനർജിക്ക് ആനുപാതികമായ അളവിൽ ഡാർക്ക് എനർജി കൂടി ശരീരത്തിനകത്ത് കയറ്റണം. ആ ഡാർക്ക് എനർജി ഇതുപോലെ ശവക്കല്ലറകളുള്ള ഭാഗത്താണ് കൂടുതൽ ഉണ്ടാവുക. ഈ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷൻ അകത്ത് വന്ന് ഈ കല്ലറയിൽ നിന്ന് എപ്പോഴും ആ ഡാർക്ക് എനർജി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മാർക്കിന് അങ്ങനെ തോന്നാൻ വ്യക്തമായ ഒരു കാരണമുണ്ട്. ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ വാതിൽ പുറത്തുനിന്ന് തുറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജിങ്ദു മാർഷൽ അസോസിയേഷൻ എന്ന ആളുകൾ വീണ്ടും ആ അറയ്ക്കകത്തേക്ക് കടന്നനെ. ആ അറ ഓട്ടോമാറ്റിക്കായിട്ട് അടയുകയായിരുന്നു. പുറത്തുള്ള ഒരാൾക്കും ആ വാതിൽ തുറന്ന് അകത്തേക്ക് വരാൻ പറ്റില്ല എന്ന് 100% ഉറപ്പാണ്. പിന്നെയുള്ള ഓപ്ഷൻ മീശ സൃഷ്ടിച്ചതുപോലെ ഒരു ടെലിപ്പോർട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതും
അത്ര എളുപ്പം പറ്റുന്ന കാര്യമല്ല. മാർക്കിന് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇവിടെ വന്ന് ആ ഡാർക്ക് എനർജി ഉപയോഗിക്കണമെങ്കിൽ മീശയുടെ സഹായം വേണ്ടി വരും. മീശയെ അങ്ങനെ എപ്പോഴും കിട്ടത്തില്ല. ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതും മാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ശവപ്പെട്ടി പൊക്കിയെടുത്ത് മാർക്കിൻ്റെ ആ നിലവറയ്ക്കകത്തേക്ക് മാറ്റി. ആ ശവപ്പെട്ടിയിൽ ഇഷ്ടംപോലെ ഡാർക്ക് എനർജി ഉണ്ട്. ആ ശവപ്പെട്ടിയിൽ നിന്ന് ഡാർക്ക് എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മാർക്കിന് ആ ശവപ്പെട്ടി കയ്യിലുണ്ടെങ്കിൽ എവിടെ വെച്ചും ഡാർക്ക് എനർജി സ്വീകരിക്കാൻ പറ്റും. നിലവറയ്ക്കുള്ളിലേക്ക് ആ ശവപ്പെട്ടി മാറ്റിക്കഴിഞ്ഞ മാർക്ക് അവിടുന്ന് പുറത്തേക്ക് നടന്നു തുടങ്ങിയതാണ്. ഏതാനും സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ മാർക്ക് പെട്ടെന്നങ്ങ് നിന്നു. മാർക്ക് തിരിഞ്ഞു നോക്കിയത് അവിടെ ആ പെട്ടിക്ക് അപ്പുറവും ഇപ്പുറവുമായി കിടത്തിയിരുന്ന ആ രണ്ട് രൂപങ്ങളിലേക്കാണ്. ആ രൂപങ്ങളുടെ ശക്തി മാർക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണിൽ കണ്ടതാണ്. ആ രൂപങ്ങളെ ഏതെങ്കിലും ശൈലിയിൽ ആക്ടിവേറ്റ് ചെയ്ത് നിയന്ത്രിക്കാൻ പറ്റിയാൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ മാർക്കിന് ഒരു വിഷയമേ അല്ല. അങ്ങനെ ഒരു തോന്നലാണ് പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലുണ്ടായത്. ആ തോന്നലുണ്ടായതും മാർക്ക് ആ രണ്ട് ബോഡിയും കൂടി മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയ്ക്കുള്ളിലേക്ക് ആക്കി. അതിനുശേഷം മാർക്ക് മുന്നോട്ട് നടന്ന മാർക്കിന്റെ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്ത് ആ ഇമോട്ടർ സ്ലിംഗ് സെക്ഷന്റെ അകം മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ മാർക്കിന് അങ്ങ് അകലെയായി മീശയുടെ ഓറയുടെ സാന്നിധ്യം രൂപപ്പെട്ടു. മീശയുടെ ഓറ കണ്ടെത്തിയ മാർക്ക് മീശ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ഏകദേശം ഒരു 10-20 മിനിറ്റ് നടന്നപ്പോൾ മാർക്ക് രസകരമായ ഒരു കാഴ്ച കാണുകയാണ്. മീശ ഒരിടത്ത് കുനിഞ്ഞിരുന്ന് ഉളി കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് മീശയുടെ തൊട്ടടുത്തെത്തി മീശയോട് ചോദിച്ചു, ഏയ് ഒരുപാട് സമ്പാദിച്ചല്ലോ. ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ മീശ മാർക്കിനോട് പറഞ്ഞു, നീ എത്തടാ ആളെ ഭയപ്പെടുത്തുകയാണോ? അതിനുശേഷം മീശ മാർക്കിനോട് പറഞ്ഞു, പിന്നെ ഞാൻ ഒന്നും നേടിയില്ല കേട്ടോ. ഏയ് മീശ, ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ എന്ത് നേടിയെങ്കിലും എനിക്ക് വേണ്ട. നിങ്ങൾ നേടിയതൊക്കെ നിങ്ങൾക്ക് സ്വന്തം തന്നെയാണ്. അവിടെ നിന്ന് കിട്ടുന്നതിൽ പകുതി മാർക്കിന് കൊടുക്കണമെന്നുള്ളതാണല്ലോ കരാർ. മാർക്കും മീശയും ചേർന്ന് എന്ത് എക്സ്പ്ലോർ ചെയ്താലും പകുതി മാർക്കിനും പകുതി മീശയ്ക്കും. അതാണ് അവർ തമ്മിലുള്ള ഇടപാട്. ഇപ്പോൾ മീശ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെയും മീശയ്ക്ക് തന്നെ സ്വന്തമാണെന്ന് മാർക്ക് പറഞ്ഞപ്പോൾ മീശയ്ക്ക് ഭയങ്കര സന്തോഷം. ഏയ് മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ നീ ഒരു സംഭവമാണെന്ന്. ഏയ് മീശ, അതുകൊണ്ടൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടത് ആ വളയും പിന്നെ ആ ഡ്രസ്സുമാണ്. അത് രണ്ടും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ തന്നെ വെച്ചിരിക്കാൻ പോവുകയാണ്. മാർക്ക്, അതെങ്ങനെ ശരിയാവും? മീശ, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഡാർക്ക് എനർജി വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ആ ശവപ്പെട്ടിക്കകത്ത് ഇഷ്ടംപോലെ ഡാർക്ക് എനർജി കണ്ടു. അതുകൊണ്ട് ഞാൻ ആ ശവപ്പെട്ടി കൂടി എടുത്തിരിക്കുകയാണ്. ശവപ്പെട്ടി കൂടി എടുത്തു എന്ന് കേട്ടതും പെട്ടെന്ന് മീശ ചാടി പുറകോട്ട് മാറി. ഏയ് മാർക്ക്, നീ എന്താ അബദ്ധം കാണിക്കുന്ന? മീശ, ആ ശവപ്പെട്ടി മാത്രമല്ല, ഞാൻ ആ രണ്ട് രൂപങ്ങളിലെ അതിനെ കൂടി എടുത്തിട്ടുണ്ട്. ഈ മാർക്ക്, നീ എന്താ ഈ പറയുന്നത്? അവന്മാര് റിവേർഷൻ ഓൾഡ് സ്റ്റേജിലെ യോദ്ധാക്കളാണ്. അവന്മാർക്ക് ബോധം വന്നാൽ പിന്നെ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല. മീശ, എനിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സഹായം വേണ്ടതും അവിടെയാണ്. എന്ത് സഹായം? മീശ, ആ രണ്ട് ബോഡികളെയും ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ എനിക്ക് അവരെ ഉപയോഗിച്ച് എൻ്റെ എമിലി ബ്ലാക്കിനെ രക്ഷിക്കാൻ പറ്റും. എമിലി ബ്ലാക്കും മാർക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മീശയ്ക്ക് നന്നായിട്ട് അറിയാം. എമിലി ബ്ലാക്ക് ജിങ്ദു മാർഷൽ അസോസിയേഷനിൽ തടവിലാണെന്നുള്ള കാര്യവും അയാൾക്കറിയാം. എമിലിയുടെ കാര്യം പറഞ്ഞപ്പോൾ മീശ ഒരു നിമിഷം നിശബ്ദനായി. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ സഹായിക്കാനുള്ള മാർഗം എനിക്കറിയാം. ആ രണ്ട് ബോഡിയും ആക്ടിവേറ്റ് ചെയ്യാനും ഞാൻ വിചാരിച്ചാൽ പറ്റും. പക്ഷേ അത് ഞാൻ ചെയ്യണമെങ്കിൽ ഒരു കാര്യം വേണ്ടി വരും. എന്ത് കാര്യം? മാർക്ക്, ഈ മാസ്ക് വെച്ച സ്ത്രീയുടെ ഒരു മാസ്ക് ഉണ്ട്. അതുണ്ടെങ്കിലേ എനിക്ക് ആ രണ്ട് ബോഡിയും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മീശ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതും മാർക്ക് ഫെല്ലറുടെ ഉള്ളിലൂടെ ഒരു കിടുകിലുണ്ടായി. മാർക്ക് ഫെല്ലർക്ക് ആ മാസ്ക് അറിയാം. ആ മാസ്ക് എവിടെയുണ്ടെന്നും ആരുടെ കയ്യിലുണ്ടെന്നും മാർക്കിന് അറിയാം. ആ മാസ്ക് കയ്യിൽ കിട്ടിയാൽ ആ രണ്ട് ബോഡിയും ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ്
മീശ പറഞ്ഞത്. മാർക്കിന്റെ ഉള്ളിലുണ്ടായ സന്തോഷം മാർക്ക് പുറത്ത് പ്രകടിപ്പിക്കാതെ മീശയോട് പറഞ്ഞു, മീശ നമുക്ക് പുറത്തിറങ്ങിയാലോ? ഓക്കെ മാർക്ക്, നമുക്ക് ഉടനെ പുറത്തിറങ്ങാം. ഞാൻ ആ ടെലിപ്പോർട്ടേഷൻ സംവിധാനം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യട്ടെ. മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ മീശയെ നോക്കി നിൽക്കുമ്പോഴേക്കും മീശ ചില പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മീശ പറഞ്ഞത് കേട്ടതും മാർക്ക് മീശയ്ക്കൊപ്പം അവിടുന്ന് മൂവ് തുടങ്ങി. അവർ രണ്ടുപേരും കൂടി എത്തിയത് ആ ഇമോട്ടോ സ്ലെയിങ് സെക്ഷനിലേക്കുള്ള വാതിലിന്റെ ഭാഗത്താണ്. ആ ഭാഗത്ത് വെച്ചാണ് യഥാർത്ഥത്തിൽ മീശയെ മാർക്ക് കാണുന്നത് തന്നെ. ആ ഭാഗത്ത് മാർക്ക് എത്തിയപ്പോൾ മീശ അയാളുടെ ആ നിലവറയിൽ നിന്ന് 2 കൊടികൾ പുറത്തെടുത്തു. ശരിക്കും രസമുള്ള 2 കൊടികൾ. ആ കൊടികൾ അയാൾ ശൂന്യതയിൽ പതുക്കെ അങ്ങനെ വെക്കുകയാണ്. കൊടികൾ അയാൾ ശൂന്യതയിൽ അങ്ങനെ വെച്ചതും പെട്ടെന്ന് അവിടെ ഏതാനും സ്റ്റെപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും ആ ഭാഗത്ത് അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്നുള്ള കാര്യം മാർക്ക് അറിയുന്നത് തന്നെ ആ സമയത്താണ്. ആ സ്റ്റെപ്പ് ദൃശ്യമായതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഈ സ്റ്റെപ്പിലോട്ട് കയറിക്കോ. എന്നിട്ട് ആ കൊടിയിൽ പിടിച്ചു. 2 കൊടികളാണ് അവിടെ ഉള്ളത്. അതിൽ ഒരു കൊടിയിൽ പിടിക്കാനാണ് മാർക്കിനോട് മീശ ആവശ്യപ്പെട്ടത്. മീശ ആവശ്യപ്പെട്ട അനുസരിച്ച് മാർക്ക് ഒരു സ്റ്റെപ്പിലോട്ട് കയറുന്നതിന് ശേഷം ആ കൊടിയിൽ അങ്ങനെ പിടിച്ചു. മറുഭാഗത്ത് കയറുന്ന മീശ മറു കൊടിയിലും പിടിച്ചു. അതിനുശേഷം മീശ എന്തോ ചില സംഭവങ്ങളൊക്കെ ചെയ്തു. മീശ ചില മന്ത്രങ്ങൾ ഉരുവിടുന്നത് മാർക്കിന് കേൾക്കാം. എന്താണ് മീശ ചെയ്യുന്നതെന്ന് അറിയാൻ കൗതുകത്തോടെ മീശ പറയുന്നത് ശ്രദ്ധിച്ചു നിന്ന മാർക്ക് പെട്ടെന്ന് ഒന്ന് ഞെട്ടിയെന്ന് പറയാം. മാർക്ക് കാലി ചവിട്ടിയിരിക്കുന്ന ആ സ്റ്റെപ്പ് ഒന്ന് അനങ്ങിയതാണ്. ശരിക്കും ആ സ്റ്റെപ്പ് മാർക്കിനെ വലിച്ചുകൊണ്ട് അതിവേഗതയിൽ ഇരുട്ടത്തേക്ക് മറയുകയായിരുന്നു. ആ ഇമോട്ടോ സ്ലെയിങ് സെക്ഷൻ അകത്തുണ്ടായിരുന്ന മാർക്ക് ഫെല്ലറും മീശയും ഇരുട്ടിനകത്തുകൂടി പാഞ്ഞു പോകുന്ന പോലെയാണ് മാർക്കിന് പെട്ടെന്ന് തോന്നിയത്. എന്താണ് സംഭവം എന്ന് മാർക്കിന് പിടിയില്ല. ഒരു ടെലിപ്പോർട്ടേഷൻ മെക്കാനിസത്തിനകത്താണ് താനും മീശയും എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. അമ്പരപ്പോടെ മാർക്ക് ആ കൊടി തന്നെ പിടിച്ചിരിക്കുകയാണ്. എത്ര സമയം എടുത്തു എന്ന് മാർക്കിന് അറിയത്തില്ല. ശരിക്കും ഒരു കൂറ്റൻ ടണലിനകത്തൂടി, ഇരുട്ട് മാത്രമുള്ള ടണലിനകത്തൂടി മാർക്ക് ഫെല്ലറും മീശയും കൂടി പ്രകാശ വേഗത്തിൽ എന്ന് പറയും പോലെ അങ്ങ് പാഞ്ഞു പോവുകയാണ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന അതേ ശൈലിയിൽ 2 പേരും മൂവ് ചെയ്യാണ്. പെട്ടെന്നാണ് ഒരു പ്രകാശം മാർക്കിന്റെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. ആ പ്രകാശം കണ്ണിൽ പതിച്ചതും മാർക്ക് ഫെല്ലർ ഒരു പടിയിൽ നിന്ന് താഴേക്ക് വീണു. കൂടെ ആ മീശി ഞെട്ടിത്തിരിഞ്ഞ് മാർക്ക് നോക്കുമ്പോൾ അവർ വന്ന് ഇറങ്ങിയ ഭാഗത്തുള്ള പടിക്കെട്ടുകൾ തകർന്ന് വീഴുന്നതാണ് അയാൾ കാണുന്നത്. അത് കണ്ടതും മാർക്ക് അമ്പരപ്പോടെ മീശ നോക്കിയതും മീശ പറഞ്ഞു, ഭാഗ്യം. ഭാഗ്യം എന്ന് മീശ പറഞ്ഞത് കേട്ടതും മാർക്ക് മീശയോട് ചോദിച്ചു, മീശ അതെന്താ അങ്ങനെ പറഞ്ഞേ? മാർക്ക്, ഞാൻ തട്ടിക്കൂട്ടിയ ഒരു ടെലിപ്പോർട്ടേഷൻ മെക്കാനിസമാണ് ഇവിടെ ഉള്ളത്. അത് പൊളിഞ്ഞു വീണ കണ്ടില്ലേ? മീശ, പൊളിഞ്ഞു വീണാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാൻ? നമ്മൾ രണ്ടും ആ ഇമോട്ടോ സ്ലെയിങ് സെക്ഷനകത്ത് പെട്ടുപോകും. മീശ കൂളായി അത് പറഞ്ഞത് കേട്ടതും മാർക്ക് അറിയാതെ തലയെ കൈവച്ച് പോവുകയാണ്. ശരിക്കും അത്ഭുതകരമായി 2 പേരും പുറത്തെത്തി എന്ന് പറയാം. മാർക്ക് ഫെല്ലറും മീശയും ഇപ്പോൾ ആ ദ്വീപിന്റെ മുകളിലാണ് ഉള്ളത്. അവര് ഒരുപാട് ദൂരേക്ക് വന്നിരിക്കുകയാണ്. ചുറ്റും ഒന്ന് നോക്കിയ മാർക്ക് മീശയോട് പറഞ്ഞു, മീശ ഇനി ഞാൻ സമയം കളയുന്നില്ല. ഞാൻ നേരെ ന്യൂ സെലസിലേക്ക് പോകാൻ പോവുകയാണ്. അവിടെ ചെന്ന് എനിക്ക് ആ ജിഗ്ദു മാർഷൽ അസോസിയേഷൻകാരെ ഒന്ന് കാണണം. ഏഹേ മാർക്ക്, ധൃതി വെക്കാതെ, എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് ഈ ദ്വീപിനടിയിൽ നിന്ന് കുറച്ച് ഇന്നർ കോർ കൂടി കളക്ട് ചെയ്യാം. അത് കേട്ടതും മാർക്കിന് സന്തോഷമായി. മാർക്കിന്റെ കൈവശമുണ്ടായിരുന്ന ഇന്നർ കോറുകളിൽ നല്ലൊരു ഭാഗം മാർക്ക് നേരത്തെ ആ ഇമോട്ടോ സ്ലെയിങ് സെക്ഷൻ അകത്ത് വെച്ച് ഉപയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോ മാർക്കിന്റെ കയ്യിൽ ഡാർക്ക് എനർജിക്കുള്ള ഒരു സോഴ്സ് ഉണ്ട്. ആ ഡാർക്ക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയ അളവിൽ ഇന്നർ കോറുകളിൽ കളക്ട് ചെയ്താൽ മാർക്കിന് മാർക്വസ്റ്റിൽ നിന്ന് മാർഷൽ സെയിന്റിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെ തോന്നിയതും മാർക്കും മീശയും കൂടി വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്തു. 2 പേരും വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് താഴെ എത്തുമ്പോൾ ഇഷ്ടംപോലെ ഇന്നർ കോറുകളുണ്ട്. മാർക്ക് നേരത്തെ എത്താത്ത സ്ഥലത്താണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. 2 പേരും കൂടി
അവരുടെ ആ മാന്ത്രിക നിലവറയിൽ ബാലൻസ് ഉള്ള സ്ഥലത്തേക്ക് ആ ഇന്നർ കോറുകൾ പിറക്കി നിറച്ചു തുടങ്ങി. അങ്ങനെ ഇന്നർ കോറുകൾ പിറക്കി നിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവര് ഒരു ശബ്ദം കേട്ടത്. ഒരു ടീം ആളുകൾ ഇമോട്ടർ സ്ലേയിങ് സെഷന്റെ ആ അടിഭാഗത്തേക്ക് വരുന്ന ശബ്ദമാണ് അവർ കേട്ടത്. മാർക്ക് മീശയോട് പറഞ്ഞു, ആരോ വരുന്നുണ്ടല്ലോ. മീശയും മാർക്കും കൂടി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു. അവര് ആ ദ്വീപിന്റെ അടിയിൽ കൂടി എത്തിയത് ഇമോട്ടർ സ്ലേയിങ് സെക്ഷന്റെ ആ വാതിലിന്റെ ഭാഗത്താണ്. ഇമോട്ടർ സ്ലേയിങ് സെക്ഷന്റെ ആ വാതിലിന്റെ ഭാഗത്ത് അവരെത്തുമ്പോൾ അവിടെ 5-6 പേരുണ്ട്. അവന്മാരുടെ ഡ്രസ്സ് കണ്ടാൽ അറിയാം അവന്മാര് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ആളുകളാണെന്ന്. അതിലൊരാൾ അടുത്തേക്കുന്ന ആളോട് പറയുകയാണ്, ഇതിനകത്താണ് ആ മാർക്ക് ഫെല്ലർ പെട്ടുപോയത്. അവനെ ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ ശരിക്കും അകത്തിട്ട് പൂട്ടുകയായിരുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞതും അത് കേട്ട് ബാക്കി ആളിലേക്ക് ചിരിക്കുകയാണ്. അങ്ങനെ ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അല്ലെങ്കിലും ആ മാർക്ക് ആൾ ശരിയല്ല, അവൻ താഴെത്തട്ടിലുള്ള ഒരുത്തരാണ്. എന്നിട്ടും അവൻ നമ്മളെപ്പോലുള്ള മുകൾ തട്ടിലെ ആളുകളുടെ അടുത്ത് വരാനും മത്സരിക്കാനും വല്ലാത്തൊരു ധൈര്യം കാണിച്ചു. അവൻ അവസാനിപ്പിച്ചെന്തായാലും നന്നായി. മാർക്ക് ഫെല്ലർക്ക് അതുകൂടെ കേട്ടതും ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. മാർക്ക് പെട്ടെന്നൊന്ന് അലറി. ഏയ്! മാർക്കിന്റെ അലർച്ച കേട്ടതും ആ കടലിനകത്ത് ആ എട്ടങ്ങറ്റിയും ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ആ കടലിന് അടിയിൽ ഇമോട്ടർ സ്ലേയിങ് സെക്ഷന്റെ വാതിലിന് അടുത്ത് നിന്ന് അങ്ങനെ ഒരു ശബ്ദം അവർ തീരെ പ്രതീക്ഷിച്ചില്ല എന്നാണ് സത്യം. ശബ്ദം കേട്ട് വിരണ്ടുപോയ ആ ടീമുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരിൽ ഒരാളുടെ തലയിൽ ഒരാൾ ആഞ്ഞിടിക്കുന്നതാണ് അവർ കണ്ടത്. അവരുടെ വേഷമൊന്നും അല്ലാത്തൊരു വേഷം ധരിച്ചൊരു മനുഷ്യരാണ് ആഞ്ഞിടിച്ചത്. ഒറ്റ ഇടിയിൽ അവരുടെ കൂട്ടത്തിലെ ആ ചെറുപ്പക്കാരുടെ തല ചിതറി. വെള്ളത്തിനടിയിൽ ആ തല അങ്ങനെ ചിതറുമ്പോൾ വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച കണ്ട ഒരു പ്രതീതിയിലാണ് ബാക്കിയുള്ള ആളുകൾ. അമ്പരപ്പോടെ ആ ആളുകൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളെ ഇടിച്ചു കൊന്ന മാർക്ക് ഫെല്ലർക്ക് നേരെ കുതിച്ചതും മാർക്ക് മുന്നേ വന്ന 2 ആളുകളുടെ തല പിടിച്ചൊരു ഒറ്റ ഇടി. ആ നിമിഷത്തിൽ ആ 2 പേരും കൊല്ലപ്പെട്ടു. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള പവറുള്ള ഒരാളെയാണ് തങ്ങൾ എതിരിടുന്നതെന്ന് പെട്ടെന്ന് പുറകെ നിൽക്കുന്ന ബാക്കി 5 പേർക്ക് മനസ്സിലായി. ഭയന്നുപോയ ആ 5 ടീമിലെ നേതാവെന്ന് തോന്നുന്ന ആള് മാർക്കിനോട് ചോദിച്ചു, ഏയ് ആരാ നിങ്ങൾ? ഞാൻ മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ എന്ന പദം കേട്ടതും ഒരു വിറയൽ അവരുടെ 5 പേരുടെയും ബോഡിയിലുണ്ടായി. പ്ലീസ്, ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഹേയ്, നിങ്ങൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആളുകളാണ്. നിങ്ങളെ ഞാൻ വെറുതെ വിട്ടാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ഉറപ്പായും ജിങ്ദുവിൽ അറിയിക്കും. അത് വേണ്ട. അവർക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ മാർക്ക് ആ 5 പേരെ അവസാനിപ്പിച്ചു. ആ 8 ടീം നിമിഷ നേരം കൊണ്ടാണ് ആ കടലിനുള്ളിൽ ശവങ്ങളായി മാറിയത്. അവരെ കൊന്ന മാർക്ക് അവന്മാർ കളക്ട് ചെയ്ത് ആ ഇന്നർ കോറുകളൊക്കെ അവന്മാരുടെ ബാഗിൽ നിന്ന് കളക്ട് ചെയ്ത് അതുകൂടി മാർക്കിന്റെ നിലവറയിലേക്ക് മാറ്റി. ആവശ്യത്തിന് ഇന്നർ കോറൊക്കെ കളക്ട് ചെയ്ത മാർക്കും മീശയും ആ ദ്വീപിന്റെ മുകളിലെത്തുമ്പോഴേക്കും 4-5 മണിക്കൂറുകൂടി കഴിഞ്ഞു. ദ്വീപിന്റെ മുകളിലെത്തിയതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഞാൻ എന്തായാലും ന്യൂ സെലസ്റ്റിലേക്ക് പോവുകയാണ്. മാർക്ക്, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ വീണ്ടും നിന്നോട് പറയുകയാണ്, ശ്രദ്ധിച്ച് സാവധാനമേ ഓരോ കാര്യവും ചെയ്യാവൂ. നീ ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത്. അത് കേട്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ ബോഡികൾ എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുക? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ആ ബോഡികൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ മാസ്ക് വേണമെന്ന്. മീശ, ഞാൻ അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ ശ്രമിക്കാം. ഹേയ് മാർക്ക്, നീ എന്താ ഈ പറയുന്നത്? കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഞാൻ ആ മാസ്കിന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ മാസ്ക് നീ എങ്ങനെ കണ്ടുപിടിക്കുക? അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല, അത് വിട്ടേക്ക്. അല്ല മീശ, ഞാൻ ആ മാസ്ക് കണ്ടുപിടിച്ചാൽ എന്നെ സഹായിക്കില്ലേ? നീ മാസ്ക് കണ്ടുപിടിച്ചാൽ ഞാൻ സഹായിക്കാം, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മീശ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ആ മാസ്ക് എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഹേയ് മാർക്ക്, എന്താ നീ പറയുന്നത്? ആ മാസ്ക് വെച്ച സ്ത്രീയുടെ മാസ്ക് എവിടെയുണ്ടെന്ന് എനിക്ക് അറിയാമെന്നോ? അതെ മീശ, എനിക്കറിയാം. മീശ, ആ മാസ്ക് ആരുടെ കയ്യിലുണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ മാസ്ക് ഉണ്ടെന്നുള്ളൊരു സത്യമാണ്. ഏയ് മാർക്ക്, മാസ്ക് ഉണ്ടെന്ന് നീ പറയുമ്പോൾ നിന്നെ അവിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു കാര്യം ചെയ്യ്, നീ ആ മാസ്ക് എന്നെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ അപ്പോൾ ഒരു കണ്ടീഷനുണ്ട്.
എന്ത് കണ്ടീഷൻ? മാർക്ക്, ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻകാർ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ലേലം ന്യൂ സെലസിൽ അവിടെ ആസ്ഥാനത്ത് നടത്തുകയാണ്. ആ ലേലം അനവധി അപൂർവങ്ങളായ മെറ്റീരിയലുകളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി നടത്തുന്നതാണ്. ആ ലേലത്തിൽ ഇപ്രാവശ്യം വെച്ചിരിക്കുന്ന ഐറ്റങ്ങളിൽ ഒരെണ്ണം ഒരു വാളാണ്. 3-4 മാസങ്ങൾക്ക് മുമ്പേ ആ ലേലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചതാണ്. ലോകത്തെ എല്ലായിടത്തുമുള്ള ആളുകൾ ആ ലേലത്തിൽ പങ്കെടുക്കാൻ വരും. എനിക്ക് ആ വാള് വേണം, നീ അത് എനിക്ക് സംഘടിപ്പിച്ച് നൽകിയാൽ ഞാൻ ഉറപ്പായിട്ടും ആ ബോഡി ആക്ടിവേറ്റ് ചെയ്ത് തരാം. മീശ, ആക്ടിവേഷൻ ഞാൻ ചെയ്തോളാം, എന്നെ പഠിപ്പിച്ചാൽ മതി. മാർക്ക്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ വിചാരിച്ചാലേ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ എന്തായാലും നിനക്ക് ആക്ടിവേറ്റ് ചെയ്ത് തരാം. പക്ഷേ നീ ആ വാള് എനിക്ക് സംഘടിപ്പിച്ച് തരണം. ലേലത്തിൽ പിടിച്ചു തന്നാൽ മതി. അതിന് ഒരുപാട് പണമാകും. എൻ്റെ കയ്യിൽ പണമില്ല. മാർക്കിൻ്റെ കയ്യിൽ പണമൊക്കെ ഉണ്ട്. പക്ഷേ ആ പണം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല മാർക്ക്. മാർക്ക് പണം പിൻവലിക്കാനായിട്ട് ബാങ്കിൽ ചെല്ലുകയോ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്താൽ ആ നിമിഷം ഒരു വാർത്ത പുറത്തു വരും, മാർക്ക് ജീവിച്ചിരിക്കുന്നുണ്ട്. തൽക്കാലം മാർക്ക് ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ആരും അറിയരുതെന്ന് മാർക്കിന് നിർബന്ധമുണ്ട്. ആ ഒരു കാര്യം മനസ്സിലേക്ക് വന്നതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, എന്തായാലും ആ വാള് ഞാൻ സംഘടിപ്പിച്ചു തരാം. മാർക്കും മീശയും തമ്മിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുമ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റിന്റെ മുറിയിലേക്ക് സാക്ഷാൽ ഷാൻഹായും ജിനിയാവും കൂടി കടന്നു വന്നു. പ്രസിഡന്റിന്റെ മുറിയിൽ പ്രസിഡന്റിന്റെ ആ സെക്രട്ടറി ചെറുപ്പക്കാരനുമുണ്ട്. ഷാൻഹായി ശരിക്കും ദേഷ്യത്തിലാണ്. മിസ്റ്റർ ക്യൂഷനൻ, എന്താ ഈ നടക്കുന്നത്? മിസ്റ്റർ ഷാൻഹായി, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഷെനൻ, എന്നെ പൊട്ടനാക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എമിലി എന്താ ചെയ്തത്? മിസ്റ്റർ ഷാൻഹായി, എമിലി ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ ജിങ്ദു മാർഷൽ അസോസിയേഷൻകാർ കുറെ ചെറുപ്പക്കാരെ ഇപ്പൊ വലിയ സംഭവങ്ങളാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. ആ ആളുകൾ സംഭവങ്ങളായതിന്റെ പിന്നിൽ എമിലിയല്ലേ ഉള്ളത്? വളരെ ഡയറക്റ്റായിട്ടാണ് ഷാൻഹായി ആ ചോദ്യം ചോദിച്ചത്. അത് കേട്ടപ്പോൾ ഷിനൻ അല്പനേരം നിശബ്ദനായിരുന്നിട്ട് ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി, നിങ്ങൾ കേട്ടത് ശരിയാണ്. എമിലി ബ്ലാക്ക് തന്നെയാണ് ആ 3 ചെറുപ്പക്കാരുടെയും ശക്തിയുടെ പിന്നിലുള്ളത്. അത് കേട്ടതും ഷാൻഹായിക്കൊപ്പമുള്ള ജിനിയാവോ അറിയാതെ ചിരിച്ചു പോവുകയാണ്. പ്രസിഡന്റ് ക്യൂഷനൻ, നിങ്ങൾ എന്ത് മണ്ടത്തരമായി വിളിച്ചു പറയുന്നത്? എമിലി വഴിയാണ് അവർ ശക്തരായെന്നു എന്ത് വിഡിത്തരോ നിങ്ങൾ ഈ പറയുന്നത്? ജിനിയാവോ, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. എന്ത് വാസ്തവം? ചോദ്യം ഷാൻഹായിയുടെയാണ്. ഷാൻഹായി, ഞങ്ങൾ നേരത്തെ കരുതിയിരുന്നത് ബ്ലാക്ക് കുടുംബത്തിൻ്റെ ബ്ലഡ് ലൈൻ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ജിനിയാവോയിൽ ആകുമെന്നാണ്. അതുകൊണ്ടാണ് ഈ ജിങ്ദു മാർഷൽ അസോസിയേഷനകത്ത് ജിനിയാവോയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി ജിനിയാവോയെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ അറിഞ്ഞു, ജിനിയാവോയിലല്ല യഥാർത്ഥ പ്യുവർ ബ്ലഡ് ലൈൻ ഉള്ളത്. ബ്ലാക്ക് കുടുംബത്തിൻ്റെ ആൻസിസ്റ്ററിൽ നിന്ന് തുടങ്ങി 100% ആ ആൻസിസ്റ്ററുടെ ബ്ലഡ് അതുപോലെയുള്ള ഒരേ ഒരു കക്ഷി എമിലി ബ്ലാക്കാണ്. അത് കേട്ടതും ഷാൻഹായും ജിനിയാവയും ഒരുമിച്ച് അമേസിൽ ആഞ്ഞടിച്ചു. അസംബന്ധം, അസംബന്ധം! നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ആ എമിലി വെറുമൊരു സാധാരണ പെൺകുട്ടിയാണ്. അവളൊരു മാർഷൽ ആർട്ടിസ്റ്റ് പോലുമല്ല. എന്നിട്ട് അവളുടെ ബ്ലഡ് ലൈൻ പ്യൂർ അത്രേ. എന്ത് പ്യൂർ? ഷാൻഹായി, നിങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് കേട്ടതും ജിനിയാവോ വീണ്ടും മേശപ്പുറത്ത് ആഞ്ഞൊരറ്റിയാടി. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ നുണ പ്രചരിപ്പിക്കരുത്. ബ്ലഡ് ലൈൻ ആണ് അത്രേ. എന്ത് ബ്ലഡ് ലൈൻ? ഞാൻ ഒരു ബ്ലഡ് ലൈൻ്റെയും ആരാധകനല്ല. ഞാൻ പ്യൂർ ശക്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ ആ സൃഷ്ടിയിലുണ്ടല്ലോ ആ 3 ചെറുപ്പക്കാർ, അവരുമായിട്ട് ഒരു ഫൈറ്റ് ഫിക്സ് ചെയ്യും. ഞാനുമായിട്ട് അവരൊന്ന് ഫൈറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് ശരിയെന്ന്. ബ്ലഡ് ലൈൻ ആണ് അത്രേ, ബ്ലഡ് ലൈൻ. ജിനിയാവോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്ന് കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു പോവുകയാണ്. അത് കണ്ടതും പ്രസിഡന്റ് ക്യൂഷനൻ അമ്പരപ്പോടെ ഷാൻഹായിയെ നോക്കിയതും ഷാൻഹായി പ്രസിഡന്റ് ക്യൂഷനോട് പറഞ്ഞു, ഷിനൻ, ജിനിയാവോ പറഞ്ഞതുപോലെ ചെയ്യും. ഷാൻഹായും കൂടി ആ ആവശ്യം ഉന്നയിച്ചതും പ്രസിഡന്റ് ഷിനൻ ഷാൻഹായിയോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് തീരുമാനിക്കാം. പെട്ടെന്നാണ് ആ വാർത്ത സകല ആളുകളും അറിയുന്നത്. ബ്ലാക്ക് കുടുംബത്തിന്റെ ദ ഒണാൻറ്റുള്ളി ജിനിയാവോ ബ്ലാക്ക്
ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ സൃഷ്ടിച്ച 3 ജീനിയസുകളുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. ജിനിയാവോ ബ്ലാക്ക് പൈറോയിലെ നമ്പർ 1 ആണ് ജൂനിയേഴ്സിന്റെ കാര്യത്തിൽ. സീനിയേഴ്സിന്റെ ലിസ്റ്റിൽ പോലും ജിനിയാവോ ഉണ്ട്. ജിനിയാവോ ബ്ലാക്ക് ഒരു ജീനിയസ് ആണ്. ശരിക്കും എല്ലാവർക്കും ആ കാര്യം അറിയാം. ജീനിയസ് ആയ ജിനിയാവോ ബ്ലാക്കും ആ പുതിയ ജീനിയസുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത ചർച്ചാ വിഷയമാവുകയാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരികയാണ്. ആ ഫൈറ്റ് കാണാൻ വേണ്ടി നേരത്തെ സ്ഥലം പിടിക്കുന്നതിനെ കുറിച്ചാണ് പല ചർച്ചകളും നടക്കുന്നത്. ഈ സമയത്താണ് മാർക്ക് ഫെല്ലർ ഗ്രീൻ മൂൺ വില്ലയിലെത്തിയത്. അവിടേക്ക് വന്ന മാർക്ക് ആദ്യം കണ്ടത് ഗ്രീൻ മൂൺ വില്ലയുടെ പേര് മാറ്റി സെയിന്റ് കൺഫ്യൂഷൻ സെക്ഷനിൽ വെച്ചിരിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ തന്നെ മാർക്കിന് കഥ മനസ്സിലായി. ഷെൻ യാനിക്കിൽ നിന്ന് അധികാരം ഡെങ് ഷെങ്ങിലേക്ക് മാറിക്കാണും. ഡെങ് ഷെങ് ഒരു കുറുക്കനാണെന്നുള്ള കാര്യം മാർക്കിന് നേരത്തെ തന്നെ അറിയാം. മാർക്ക് താടിയൊക്കെ വളർത്തിയ രൂപത്തിലാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം 4 മാസക്കാലത്തെ താടി മാർക്കിന്റെ മുഖത്തുണ്ട്. താടി നീട്ടി വളർത്തിയ മീശയും നീണ്ടു വളർന്നിരിക്കുന്ന ഒരു രൂപത്തെ ആ സെയിന്റ് കൺഫ്യൂഷൻ സെക്ഷന്റെ ഗേറ്റിന് സമീപത്ത് കണ്ടതും ഒരാൾ മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ഏയ്, ആരാ നിങ്ങൾ? എനിക്ക് സെക്ഷൻ മാസ്റ്റർ മിസ് ഷെൻ യാനിക്കിനെ ഒന്ന് കാണണമല്ലോ. ഹേ, നിങ്ങൾ എന്തായി പറയുന്നത്? സെക്ഷൻ മാസ്റ്ററോ? ഇവിടുത്തെ സെക്ഷൻ മാസ്റ്റർ മിസ്റ്റർ ഡെങ് ഷെങ് ആണ്. മാർക്കിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന സംശയം ഇപ്പൊ ഇതാ ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതെ, ഡെങ് ഷെങ് അധികാരം പിടിച്ചിരിക്കുന്നു. മാർക്ക് ആ വ്യക്തിയോട് പറഞ്ഞു, ഓക്കെ, അത് കുഴപ്പമില്ല, എനിക്ക് മിസ് ഷെൻ യാനിക്കിനെ ഒന്ന് കാണണം, അവരോട് ഒരു കാര്യം പറയാനുണ്ട്. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആ ആള് മാർക്കിനെ വിളിച്ചുകൊണ്ട് ഷെൻ യാനിക് താമസിക്കുന്ന വീട്ടിലേക്ക് നടന്നു. ഒരു ചെറിയ വില്ലയിലേക്കാണ് മാർക്കിനെ കൊണ്ട് അയാൾ എത്തിയത്. ഒരു ഒറ്റപ്പെട്ട വില്ലയാണ്. ആ ഒറ്റപ്പെട്ട വില്ല കണ്ടപ്പോൾ തന്നെ മാർക്കിന് ഒരു കാര്യം കൂടി ഉറപ്പായി. ആ വില്ലയിൽ ഷെൻ യാനിക് ഏതാണ്ട് വീട്ടു തടങ്കലിലാണ്. അവരെ പൊതു സിസ്റ്റത്തിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണെന്ന് വ്യക്തം. ആ വസതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, അവിടെ മിസ് ഷെൻ കാണും, ചെല്. താടി നീട്ടി വളർത്തിയ ഒരു സന്യാസിയെ പോലെയുള്ള മാർക്കിനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയത് കൊണ്ടാണ് അയാള് കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും തുനിയാതെ മാർക്കിനെ ഷെൻ യാനിക്കിന്റെ വസതിക്ക് മുന്നിൽ കൊണ്ടെത്തിച്ചത്. മാർക്ക് ആ വസതിയിലെത്തിയതും വാതിൽ ഒന്ന് തട്ടി. വാതിലിൽ തട്ടിയ മാർക്കിന് അപ്പോൾ തന്നെ മനസ്സിലായി വാതിൽ പൂട്ടിയിട്ടില്ലെന്ന്. മാർക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. അകത്തേക്ക് കിടക്കുമ്പോൾ മാർക്കിന്റെ ശ്രദ്ധ അവിടെ സെറ്റിലിരിക്കുന്ന ഷെൻ യാനിക്കിൽ തന്നെ പതിയുകയാണ്. അവര് കണ്ണടച്ച് ആ സെറ്റിൽ അങ്ങനെ ചാരിയിരിക്കുകയാണ്. വാതിൽ തുറന്ന ശബ്ദം സ്വാഭാവികമായിട്ടും ഷെൻ യാനിക്ക് കേട്ടു. അവര് അലസമായി കണ്ണു തുറന്നു. താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാളെ തൊട്ടു മുന്നിൽ കണ്ടപ്പോൾ ഷെൻ യാനിക്ക് അമ്പരപ്പോടെ ആ മനുഷ്യരെ നോക്കിയിട്ട് ഉറക്കെ ചോദിച്ചു, ഏയ്, എന്താ വേണ്ടേ? ആരാ നിങ്ങൾ? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ മാർക്ക് നടന്ന് ഷെൻ യാനിക്കിന്റെ അടുത്തേക്ക് വന്നു. ഒരു സന്യാസി രൂപത്തിലുള്ള ഒരാള് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന കണ്ട ഷെന്ന് പെട്ടെന്ന് ആ സെറ്റിൽ നിന്ന് ചാടി എണീറ്റു. മാർക്ക് ഷെൻ്റെ അടുത്തെത്തിയതും ഷെന്നോട് പറഞ്ഞു, ഏയ് ഷെൻ, ഞാൻ മാർക്ക് ഫെല്ലറാണ്. മാർക്കിന്റെ ശബ്ദം കൃത്യമായി അറിയാവുന്ന ഷെൻ യാനിക് മാർക്ക് ഫെല്ലറാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് കേട്ടതും ഉറക്കെ മാർക്ക് എന്ന് പറയാൻ പോയതും മാർക്ക് അവരുടെ വാ പൊത്തിപ്പിടിച്ചു. ഏയ് ഷെൻ, ശബ്ദം ഉണ്ടാക്കരുത്. ഇപ്പോ ഞാൻ ഇവിടെ എത്തിയ കാര്യം ആരും അറിയണ്ട. അങ്ങനെ മാർക്ക് പറഞ്ഞതും അവർക്ക് ഒരു വല്ലാത്ത ആശ്വാസമായി. ശരിക്കും അവരുടെ കണ്ണുകളിൽ സന്തോഷം അങ്ങനെ അലയടിച്ച് വരുന്നത് ആർക്ക് വേണമെങ്കിലും കണ്ട മനസ്സിലാവും. ഷെൻ യാനിക്കിനെ ആ സെറ്റിൽ ഇരുത്തിയിട്ട് അവരുടെ അടുത്തിരുന്ന മാർക്ക് ഷെന്നിനോട് ചോദിച്ചു, ഈ ഷെൻ, എന്താ ഈ ഇവിടെ നടക്കുന്നത്? നീ ഇപ്പോ സെക്ഷൻ മാസ്റ്റർ അല്ലേ? അങ്ങനെ മാർക്ക് ചോദിച്ചതും ഷെൻ യാനിക് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മാർക്കിനെ ധരിപ്പിച്ചു. ഡെങ് ഷെങ് എങ്ങനെയാണ് അവിടെ അധികാരം പിടിച്ചതെന്നും മാർക്കിന്റെ പ്രതിമ പൊളിച്ചു കളഞ്ഞതിന് ശേഷം ഗ്രീൻ മൂൺ വില്ലയുടെ പേര് മാറ്റി സെയിന്റ് കൺഫ്യൂഷൻ സെക്ഷന്റെ ബോർഡ് വീണ്ടും വെച്ചതൊക്കെ ഷെൻ യാനിക് മാർക്കിനോട് പറഞ്ഞു.
കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാർക്ക് ഷെനി ആനിക്കിനോട് പറഞ്ഞു, ഷൻ, തൽക്കാലം ഞാനിവിടെ വന്ന കാര്യം ആരോടും പറയണ്ട. ഞാൻ ജീവിച്ചിരിപ്പുള്ള കാര്യവും ആരോടും പറയണ്ട. ഡെങ്ങിൻ്റെ കാര്യവും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. മാർക്ക് ഫെല്ലർക്ക് ചെയ്തു തീർക്കാൻ 100,000 കാര്യങ്ങളുണ്ട്. തൽക്കാലം മാർക്ക് ജീവിച്ചിരിക്കുന്ന കാര്യം ആരും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഒരു തോന്നൽ മാർക്കിനുമുണ്ട്. മീശ അക്കാര്യം മാർക്കിനോട് പ്രത്യേകം പറഞ്ഞതുമാണ്. ഒരു കാരണവശാലും ജിങ്ദു മാർഷൽ അസോസിയേഷന് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യവും മാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് മീശ നിർബന്ധപൂർവ്വം മാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ഷെനി ആനിക്കിനോട് യാത്ര പറഞ്ഞിറങ്ങിയ മാർക്ക് ആദ്യം ചെയ്തത് അയാളുടെ മുടിയൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. മാർക്ക് എപ്പോഴും ക്ലീൻ ഷേവിൻ്റെ ആളാണ്. മാർക്ക് മുടിയൊക്കെ കട്ട് ചെയ്ത് പഴയ മാർക്കിൻ്റെ രൂപത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം നേരെ തിരിച്ചത് ന്യൂ സെലസ്റ്റിലേക്കാണ്. ന്യൂ സെലസ്റ്റിലെ ജിങ്ദു മാർഷൽ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഷിയോ ഹാങ്റെ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരം ഏതെങ്കിലുമൊക്കെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ പങ്കെടുക്കും. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് വേണ്ടി പ്രമുഖ കുടുംബങ്ങളുമായി ഒരു ലൈസൺ വർക്ക് ചെയ്യുന്നത് ഷിയ ഹാങ് റേ ആണ്. മിക്കവാറും എല്ലാ ദിവസവും പാർട്ടി വൈകുന്നേരങ്ങളിൽ കാണും. ആ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ഷിയ ഹാങ് റേ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നല്ല ഫോമിലായിരിക്കും. ഷിയ ലേശം മദ്യപിച്ചിട്ടാണ് അന്നും വീട്ടിലെത്തിയത്. അയാളുടെ കയ്യിൽ വീടിനകത്തേക്ക് അടക്കാനുള്ള താക്കോലുണ്ട്. അയാൾ വാതിൽ തുറന്നു, അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്ന അയാൾ അകത്തേക്ക് കടന്നുടൻ വാതിലേക്ക് അടച്ചിട്ട് സെറ്റിയിൽ വന്നങ്ങനെ ഇരുന്നു. സാധാരണഗതിയിൽ അയാൾ പുറത്തു പോയിട്ട് വന്നാൽ അല്പനേരം സെറ്റിയിൽ വന്നങ്ങനെ ഇരിക്കും. എല്ലാ ദിവസവും ഇരിക്കുന്ന അതേ സീറ്റിൽ തന്നെയാണ് അയാൾ വന്നിരുന്നത്. അയാളുടെ റെഗുലർ ആക്ടിവിറ്റി ആണല്ലോ. അവിടെ ഇരുന്ന അയാൾ ചുമ്മാ മുന്നോട്ട് നോക്കുമ്പോൾ ഷിയ ഹാങ് റേ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവിടെ തൊട്ട് മുന്നിലുള്ള കസേരയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. ആ വാതിൽ തുറക്കുമ്പോഴോ ആ സെറ്റി വന്നിരിക്കുമ്പോഴോ യഥാർത്ഥത്തിൽ അങ്ങോട്ട് ഷിയ ഹാങ് റേ നോക്കിയിരുന്നില്ല. തൻ്റെ തൊട്ട് മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്ന കണ്ട ഷിയ ചാടി എണീറ്റു. ഏയ്, ആരാ നീ? ഹേ ഷിയ, നീ എന്നെങ്ങ് മറന്നു? ആ ശബ്ദം കേട്ടതും ഷിയ കുടിച്ചിരുന്ന സകല മദ്യവും പെട്ടെന്നങ്ങ് ആവിയായി. അയാൾക്ക് നല്ല പരിചയമുള്ള ശബ്ദമാണ് അയാളിപ്പോൾ കേൾക്കുന്നത്. ഹേയ് മാർക്ക് ഫെല്ലർ, നീ ചത്തില്ലേ? ഹേ ഷിയ, നിന്നെയൊക്കെ കൊല്ലാതെ ഞാനങ്ങ് ചാവൂ. അങ്ങനെ പറഞ്ഞ മാർക്ക് ആ നിമിഷം തന്നെ ഷിയ ഹാങ്ങിന്റെ മുന്നിൽ എത്തുകയും ചെയ്തു. ഷിയ ഹാങ് റേയുടെ മുന്നിലെത്തിയ മാർക്ക് ആ നിമിഷത്തിൽ ഇടത് കൈകൊണ്ട് ഷിയ ഹാങ്റയുടെ കഴുത്തിലങ്ങ് പിടിച്ചു. കഴുത്തിൽ പിടിച്ച മാർക്ക് ഷിയെ ഒറ്റ കൈകൊണ്ട് എടുത്തങ്ങ് ഉയർത്തി. ഷിയ ഹാങ് റേ ഇപ്പോൾ ഒരു മാർക്വിസാണ്. മാർക്വിസായ അയാളെ ഇടത് കൈകൊണ്ട് കൂളായിട്ട് മാർക്ക് എടുത്ത് പൊക്കി അങ്ങനെ നിർത്തി. മാർക്ക് ഷിയുടെ കഴുത്തിൽ പതുക്കെ ബലം കൊടുത്തു തുടങ്ങി. ഹേ മാർക്ക്, നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു. ഹേ മാർക്ക്, നീ എന്നെ നിന്നെ ഹേയ് ഷിയ, നിന്നെ ഞാൻ കൊന്നാൽ വേറൊന്നും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് പിന്നെയും കൈയൊന്ന് അമർത്തി. ഏയ് മാർക്ക്, നിനക്ക് എന്താ വേണ്ട? നീ എന്തിനാ വന്നേ? അങ്ങനെ ഷിയ ഹാങ് റേ ചോദിച്ചതും മാർക്ക് അവനെ സാവധാനം താഴ്ത്തി കൊണ്ടുവന്നിട്ട് ആ സെറ്റിലോട്ട് ഇരുത്തി. ഏയ് ഷിയ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാതിരിക്കും. ഹേയ് മാർക്ക്, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ പോവുകയാണ്? നീ പറയുന്നതൊക്കെ ചെയ്യാൻ ഞാൻ ഒരുക്കമല്ലെങ്കിലും. അങ്ങനെ ഷിയ ഹാങ് റേ ചോദിച്ചതും മാർക്ക് നേരെ വലതു ഭാഗത്ത് കാണുന്ന വാതിലിലോട്ട് ഒന്ന് നോക്കി. മാർക്കിന്റെ നോട്ടം ആ വാതിൽ പതിഞ്ഞതും ഷിയ ശരിക്കും ഒന്ന് വിറച്ചു. ആ മുറി അയാളുടെ മകളുടെ മുറിയാണ്. മാർക്ക് ആ മുറിയിലെ വാതിൽക്കിലേക്ക് നോക്കി കണ്ട ഷിയ പെട്ടെന്ന് ചാടി എണീറ്റ് ഓടിച്ചെന്ന് ആ വാതിൽ തുറന്നു. വാതിൽ തുറന്ന ഷിയ ഹാങ് റേക്ക് അകത്തെ കാഴ്ച വല്ലാത്ത ആശ്വാസം ഉണ്ടാക്കി. അയാളുടെ മകൾ അവിടെ ഒരു ടേബിളിന്റെ മുന്നിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ആ പെൺകുട്ടി ചാടി എണീറ്റ് ഓടി അവളുടെ അച്ഛനടുത്തേക്ക് വന്നു. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചു. ആ പെൺകുട്ടിയെ കോരിയെടുത്ത
ഷിയ ഹാങ്റയുടെ കണ്ണുകൾ ഏതാണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് ആ കൊച്ചു പെൺകുട്ടി മാർക്ക് ഫെല്ലറെ കണ്ടത്. മാർക്ക് ഫെല്ലറെ കണ്ടതും ആ പെൺകുട്ടി മാർക്ക് നോക്കി പുഞ്ചിരിച്ചു. മാർക്ക് തിരിച്ചു. അവർ തമ്മിൽ ഒരു പരിചയം ഉണ്ടെന്ന് ആ പുഞ്ചിരി വിളിച്ചു പറയുകയാണ്. അച്ഛാ, അങ്കിള് കുറേ നേരമായി ഇവിടെ വന്നിട്ട്. ഷിയ ഹാങ്റയുടെ മനസ്സിലുണ്ടായ സംശയത്തിന് മറുപടി ആ പെൺകുട്ടിയുടെ വാക്കുകളിലുണ്ട്. അങ്കിൾ ഇത്രയും നേരം എന്നോടൊപ്പം കളിക്കുകയായിരുന്നു. ഞാനിപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. അങ്കിളാ പറഞ്ഞത് എന്നോട് പഠിക്കാൻ. ആ പെൺകുട്ടി പറഞ്ഞ ഡയലോഗുകൾ കേട്ടതും ഷിയ മകളെ മുറിയിലാക്കിയിട്ട് മകളോട് പറഞ്ഞു, മോളെ എന്നാ നീ പഠിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വാതിലടച്ച് മാർക്കിൻ്റെ അടുത്തേക്ക് വന്നു. മാർക്കിൻ്റെ അടുത്ത് വന്നിരുന്ന അയാൾ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എൻ്റെ മോളെ എന്താ ചെയ്ത്? ഏയ് ഷിയ, നിന്റെ മോള് ഇപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ മോളെ ഇല്ലാതാക്കാൻ എനിക്ക് വിരലൊന്ന് ഞൊടിച്ചാൽ മതി. ശരിക്കും ഷിയ ഹാങ്റെ മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ വാചകം കേട്ടതും ഒന്നും മിണ്ടാതെ തല മുട്ടിലോട്ട് കുമ്പിട്ട് പോയി. അയാൾ ആകെ പെട്ടു നിൽക്കുകയാണ്. ഏതാനും നിമിഷ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ കാൽമുട്ടിൽ നിന്ന് തല ഉയർത്തി. അയാൾ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഷിയ, നിന്നെ ഉപദ്രവിക്കണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല. നീ തൽക്കാലം ഒരു കാര്യം ചെയ്താൽ മതി. എനിക്ക് എന്താണ് നിങ്ങളുടെ അസോസിയേഷനുള്ള കാര്യങ്ങളെന്ന് വ്യക്തമായി അറിയണം. അസോസിയേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആരാണ് അതിൻ്റെ ഉടമകൾ, എന്താണ് നിങ്ങളുടെ പ്രവർത്തനം, അതൊക്കെ നീ എന്നോട് പറയണം. മാർക്ക്, ഞാൻ ജിങ്ദു മാർഷൽ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അനവധി വൈസ് പ്രസിഡന്റുമാർ ഞങ്ങളുടെ അസോസിയേഷനിലുണ്ട്. അതിൽ ഒരാളാണ് ഞാൻ. എൻ്റെ ജോലി ഈ ന്യൂ സെലസ്റ്റിലെ പ്രഭു കുടുംബങ്ങളുമായി ഒരു ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ്. അവരുമായി ഒരു റാപ്പോ എപ്പോഴും നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ റാപ്പോ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എൻ്റെ മുകളിൽ പ്രസിഡൻ്റുണ്ട്. പ്രസിഡന്റിനെ അന്ന് മാർക്ക് കണ്ടതാണല്ലോ, ക്യൂഷനെ. ഞങ്ങൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ അധികാരങ്ങൾ ഉള്ള ആളുകളെ അല്ല. ഞങ്ങൾക്ക് മുകളിൽ 8 പേരടങ്ങിയ ഒരു ഹയർ ബോഡിയുണ്ട്. ആരാ അവർ? പെട്ടെന്ന് മാർക്ക് ചോദിച്ചു. മാർക്ക്, സത്യമായിട്ടും ആരാണ് അവരെന്ന് എനിക്കറിയില്ല. അവരെ കാണാൻ ഞങ്ങൾക്ക് അവസരം നൽകാറില്ല. അവരുടെ ശബ്ദം മാത്രമാണ് ഞങ്ങൾ കേൾക്കുക. ഷിയ ഹാങ്റെ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ഫെല്ലറോട് പങ്കുവെക്കുകയാണ്. മാർക്ക്, ഞങ്ങളുടെ സംവിധാനത്തിൽ 3 രീതിയിലുള്ള ആളുകളുണ്ട്. മാർക്ക് അന്ന് ജിങ്ദു മാർഷൽ അസോസിയേഷനിൽ വന്നപ്പോൾ ആദ്യം മാർക്കിനെ എതിരിട്ട ആളുകളുടെ ഡ്രസ്സിൻ്റെ നിറം മാർക്ക് ശ്രദ്ധിച്ച് കാണൂലല്ലേ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവർ വെളുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതേ മാർക്ക്, അതാണ് ഒന്നാമത്തെ നിര. അവർക്ക് മുകളിൽ വേറെ നിരയിലുള്ള ആളുകളുണ്ട്. അവർ ധരിക്കുക കറുപ്പും സ്വർണവും കലർന്ന നിറത്തിലുള്ള ഡ്രസ്സാണ്. കറുത്ത ഡ്രസ്സിൽ സ്വർണ്ണ വരകളാണ് അവരുടെ പ്രത്യേകത. അവർ ശരിക്കും ശക്തരാണ്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. ഞങ്ങൾക്ക് മുകളിൽ വേറെയും ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ധരിക്കുന്നത് പർപ്പിൾ കളറിലെ ഡ്രസ്സാണ്. അവർ ശരിക്കും ശക്തരാണ്. ഇവർക്ക് മുകളിലാണ് ആ ഹൈറപ്സ് ഉള്ളത്. ജിങ്ദു മാർഷൽ അസോസിയേഷൻ്റെ ഘടനയെക്കുറിച്ച് ഷിയ ഹാങ്റെയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഷിയ ഹാങ്റെ മാർക്കിനോട് പറഞ്ഞത്. ഇത്രയും കേട്ടതും മാർക്ക് ഷിയ ഹാങ്റെയോട് ചോദിച്ചു, എമിലി ബ്ലാക്കിനെ നിങ്ങൾ എന്തിനാ തടവിലിട്ടത്? മാർക്ക്, സത്യമായിട്ടും എമിലി എൻ്റെ ഫ്രണ്ടാണ്. എമിലിയെ തടവിലാക്കാൻ എനിക്കൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. ഹൈറപ്സ് ആവശ്യപ്പെട്ട അനുസരിച്ച് എമിലിയെ അവിടെ തടവിലിട്ടതാണ്. എന്തിനാ തടവിലിട്ടത്? മാർക്ക് ദേഷ്യപ്പെടരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ മാർക്കിനെ ദേഷ്യപ്പെടുത്തിയേക്കും. ഏയ് ഷിയ, നീ കാര്യം പറ. മാർക്ക്, ഈ എമിലിയുടെ രക്തം, അതാണ് വിഷയം. എമിലിയുടെ രക്തം വിഷയമാണെന്നോ? എന്ത് വിഷയം? മാർക്ക്, ഈ എമിലി ബ്ലാക്കിൻ്റെ ബ്ലഡ് ലൈൻ പ്യൂർ ബ്ലഡ് ലൈനാണ്. ബ്ലാക്ക് കുടുംബം ഉണ്ടായ സമയത്ത് ബ്ലാക്ക് കുടുംബത്തിൻ്റെ പിതാമഹൻ്റെ ബോഡിയിലുണ്ടായിരുന്ന അതേ രക്തം തലമുറകളിലൂടെ കൈമാറി അതേ ശുദ്ധിയോടുകൂടി എത്തിയിരിക്കുന്നത് എമിലി ബ്ലാക്കിലാണ്. ശരിക്കും പ്യുവറായിട്ടുള്ള ആ രക്തത്തിന് വല്ലാത്തൊരു പവറുണ്ട്. ആ പവറുള്ള രക്തം
വേറെ രക്തവുമായി കൂടിക്കലരുമ്പോൾ ശക്തി വർദ്ധിക്കും. ഏയ് ഷേഹൻ, നീ എന്തൊക്കെയാ പറയുന്നത്? അതേ മാർക്ക്, ഞങ്ങൾ ഈ പൈറോയിൽ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിരുന്നു. എമിലി ബ്ലാക്കിന്റെ രക്തത്തോട് കൂട്ടിച്ചേരാൻ പറ്റുന്ന രക്തമുള്ളത് ആർക്കൊക്കെയാണെന്ന് കണ്ടെത്താനാണ് ഞങ്ങൾ ടെസ്റ്റ് നടത്തിയത്. അങ്ങനെ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഞങ്ങൾ 3 ആളുകളെ കണ്ടെത്തിയത്. അവർ സഹോദരന്മാരാണ്. അവരിലാണ് ആദ്യം എമിലിയുടെ രക്തം ഞങ്ങൾ ഇഞ്ചെക്ട് ചെയ്തത്. അതിനൊരു ടെക്നിക്കൊക്കെ ഉണ്ട്. ഏകദേശം 30% ആ രക്തം എമിലിയുടെ രക്തവുമായി ചേരുന്നുണ്ട്. എമിലിയുടെ രക്തവുമായി 100% ചേർന്നാൽ ആ ആളെ പിന്നെ പിടികിട്ടത്തില്ല. 30% ചേർന്നപ്പോൾ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലുണ്ടായിരുന്ന അവർ 3 നിമിഷ നേരം കൊണ്ടാണ് മാർക്വിസുകളായി മാറിയത്. അത്ര പവർഫുള്ളാണ് എമിലി ബ്ലാക്കിന്റെ ആ ബോഡിയിലെ രക്തം. അതുകൊണ്ടാണ് എമിലിയെ ശരിക്കും സുരക്ഷിതമായി നമ്മുടെ ജയിലിൽ സൂക്ഷിക്കുന്നത്. ഷിയ ഹാങ്റെ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ മാർക്ക് ഫെല്ലർക്ക് രക്തം ഇങ്ങനെ തിളച്ച് പൊങ്ങുകയാണ്. മാർക്ക് വല്ലാത്ത ദേഷ്യത്തോടെ കൈ രണ്ടും മുറുക്ക് പിടിച്ചിട്ട് ഷിയ ഹാങ്റോട് ചോദിച്ചു, ഏയ് എനിക്ക് ആ 3 പേരുടെയും അഡ്രസ്സ് വേണമല്ലോ. മാർക്ക്, ആ അഡ്രസ്സ് മാർക്കിന് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ തരാം. നാളെ ജിനിയാവോയും അവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ട്. ആ ഏറ്റുമുട്ടൽ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ അഡ്രസ്സ് ഞാൻ മാർക്കിന് തരാം. ഷിയ ഹാങ്റെ പറഞ്ഞ കാര്യം കേട്ടതും ഒരു നിമിഷം നിശബ്ദനായിരുന്നിട്ട് മാർക്ക് എണീക്കുമ്പോൾ മാർക്ക് വീണ്ടും ഷിയ ഹാങ്റയോട് പറഞ്ഞു, ഷെഹാങ്, എൻ്റെ ഈ വിരൽ ഒന്ന് ഞൊടിച്ചാൽ ആ നിമിഷം നിന്റെ മകൾ മരിക്കും എന്നുള്ള കാര്യം നീ മറക്കാതിരിക്കുക. ഞാൻ അവൾക്ക് കഴിക്കാൻ ഒരു പ്രത്യേക മിഠായി കൊടുത്തു. ആ മിഠായിയിൽ അവളെ നിയന്ത്രിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഞാൻ കലർത്തിയിട്ടുണ്ട്. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലീനിലെ 3rd എൽഡറായ മാർക്കിന് ആ ശൈലിയിൽ ഒരു മിഠായി കം മരുന്ന് സൃഷ്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഷിയ റേക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മാർക്ക് അത് പറഞ്ഞപ്പോൾ അയാൾ നിശബ്ദനായി അത് കേട്ട് നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഷിയ ഹാങ്റയുമായി യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. പിറ്റേ ദിവസമാണ് ആ സംഭവം. ജിനിയാവോ ബ്ലാക്കും ആ 3 ചെറുപ്പക്കാരും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്ന ദിവസം. അതിരാവിലെ തന്നെ ആ ഫൈറ്റ് നടക്കുന്ന മൈതാനത്തിന് ചുറ്റും ആളുകൾ അങ്ങ് നിറഞ്ഞു കഴിഞ്ഞു. വരുന്നവരൊക്കെ ഈ വിഷയമാണ് സംസാരിക്കുന്നത്. ആരാവും വിജയിക്കുക? ജിനിയാവോയ്ക്ക് അവർ തോൽപ്പിക്കാൻ പറ്റുമോ? അതെന്ത് ചോദ്യമാണ്. പൈറോയിലെ നമ്പർ ഉണ്ടല്ലേ ജിനിയാവോയുടെ മുന്നിൽ അവരാരും ഒന്നുമല്ല. അങ്ങനെ ഒരാൾ അഭിപ്രായം പറഞ്ഞതും അത് കേട്ടുകൊണ്ടുവന്ന ആള് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ആ 3 ശക്തരാണ്. അവർ എത്ര മാർക്സിസ്റ്റുകളായി പരാജയപ്പെടുത്തിയത്. അവരൊക്കെ മാർക്സിസ്റ്റുകളെയാണ് പരാജയപ്പെടുത്തിയത്. ഇത് ജിനിയാവോ 3rd ലെവൽ മാർക്സിസ്റ്റ് ആണ്. ഇതുവരെ 3rd ലെവൽ മാർക്സിസ്റ്റിൽ ഒരാളെയും അവർ പരാജയപ്പെടുത്തി കാണില്ലല്ലോ. ആളുകൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ആ കാര്യത്തെ ഒന്ന് അവലോകനം നടത്തുകയാണ്. എന്തായാലും രാവിലെ 9 മണിക്ക് തന്നെ ആ ഫൈറ്റ് ആരംഭിച്ചു. ജിനിയാവോ ബ്ലാക്ക് ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് ഫൈറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജിനിയാവോ വലിയ സംഭവമാണെന്നൊക്കെ എപ്പോഴും ആളുകൾ പറയാറുണ്ട്. പൈറോയിലെ നമ്പർ 1 ആണെന്നും റാങ്ക് ലിസ്റ്റ് വഴി ആളുകൾ അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒരു ഫൈറ്റിൽ ജിനിയാവോയെ ആരെയും കണ്ടിട്ടില്ല. ജിനിയാവോ എന്താണെന്ന് അറിയാൻ വേണ്ടി സകല പ്രഭു കുടുംബങ്ങളിൽ നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. കോങ് യാനിക്കും യാവോ മെങ്കും എന്ന് വേണ്ട ചൂ കുടുംബത്തിലെ ആ സഹോദരന്മാരും സകലരും സ്ഥലത്തുണ്ട്. ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ തികച്ചും അപരിചിതനെ പോലെ മാർക്ക് ഫെല്ലറും എത്തിയിട്ടുണ്ട്. ജിനിയാവോ ബ്ലാക്കും ആ ചെറുപ്പക്കാരും തമ്മിലുള്ള ഫൈറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ സംഭവ ബഹുലമായി. ജിനിയാവോ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ 3 പേരെയും പരാജയപ്പെടുത്താനേ പറ്റിയില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ആ ഫൈറ്റ് സന്ധ്യ കഴിഞ്ഞ് രാത്രിയായിട്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഫ്ലഡ് ലൈറ്റ് സംവിധാനമൊക്കെ ഉള്ള ആ പ്രദേശത്ത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആ ഫൈറ്റ് എങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഏകദേശം 48 മണിക്കൂറായപ്പോഴാണ് ജിനിയാവോയ്ക്ക് അവരെ പരാജയപ്പെടുത്താൻ പറ്റിയത്. 3 കിടിലൻ കക്ഷികളെയാണ് ജിനിയാവോ നേരിട്ടത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള 48 മണിക്കൂർ ഏതൊരാളെയും സ്വാഭാവികമായും ക്ഷീണിപ്പിക്കും. ഈ കാഴ്ച കാണാനെത്തിയ ആളുകളൊക്കെ ഭക്ഷണം പോലും ഉപേക്ഷിച്ചാണ് അവിടെ കാത്തിരിക്കുന്നത്. ആ ആളുകൾക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യാനായി അനവധി സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു ആ 48 മണിക്കൂറും.
മാർക്ക് ഫെല്ലർ ആ ഫൈറ്റൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ജിനിയാവോ എന്താണ് എത്രയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം മാർക്കിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർക്ക് ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നത്. ജിനിയാവോ ബ്ലാക്കും ആ മൂവരും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമ്പോൾ ജിനിയാവോയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അയാൾ ആ 3 പേരെയും പരാജയപ്പെടുത്തി കഴിഞ്ഞതും ഷാൻഹായിയുടെ അടുത്തേക്ക് ജിനിയാവോ എത്തി. ഷാൻഹായിയുടെ തൊട്ടടുത്ത് പ്രസിഡന്റ് ക്യൂഷിനും ഷിയ ഹാങ്റയും ഒക്കെ ഉണ്ട്. ക്യൂഷിനിന്റെ ആ സെക്രട്ടറിയും ഉണ്ട്. ഷാൻഹായി ഉറക്കെ അവരോടൊക്കെ പറഞ്ഞു, കണ്ട എൻ്റെ മകനെ കണ്ടോ, അവൻ്റെ മുന്നിൽ നിന്റെ ഈ ഏർപ്പാടുകളൊന്നും ഒന്നും അല്ലെന്ന് മനസ്സിലായില്ലേ, ബ്ലഡ് ലൈൻ ആണ് അത്രേ, ബ്ലഡ് ലൈൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷാൻഹായി സന്തോഷത്തോടുകൂടി അഭിമാനപൂർവ്വം തലയുയർത്തി എല്ലാവരും നോക്കുമ്പോൾ ജിനിയാവോ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു. അച്ഛാ നമുക്ക് പോവാം. ജിനിയാവോ ബ്ലാക്ക് കഴിഞ്ഞ 48 മണിക്കൂറുകളായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവന് റെസ്റ്റ് വേണമെന്നുള്ള കാര്യം ഷാൻഹായിക്ക് അറിയാം. ഷാൻഹായി മകനൊപ്പം അതിവേഗം കാറിൽ കയറി. ആ കാറ് ബ്ലാക്ക് കുടുംബത്തിൽ എത്തേണ്ട താമസം ഷാൻഹായിയെ അമ്പരപ്പിച്ചുകൊണ്ട് ജിനിയാവോ ഒരൊറ്റ ഓട്ടം നേരെ ഓടിയത് വാഷ് ബേസിൻ്റെ അടുത്തേക്കാണ്. അവൻ കടിച്ചു പിടിച്ചിരുന്ന രക്തം അവൻ തൊപ്പുകയായിരുന്നു. ശരിക്കും ഒരു കൂടം രക്തം അവൻ വായിന്ന് പുറത്തേക്ക് വന്നെന്ന് പറയാം. ജിനിയാവോയ്ക്ക് വളരെ കാര്യമായിട്ട് തന്നെ പരിക്കേറ്റു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് അത്. അത് കണ്ടതും ഷാൻഹായി ജിനിയാവോട് ചോദിച്ചു, മോനെ എന്താ, എന്തു പറ്റി? ഏയ് കുഴപ്പമില്ല അച്ഛാ. ഏയ് ജിനിയാവോ, നീ എന്തായാലും അവർ തോൽപ്പിച്ചു നന്നായി. ഇപ്പം മനസ്സിലായില്ലേ ആഹാ ബ്ലഡ് ലൈൻ എന്ന് പറയുന്നതൊക്കെ വെറുതെയാണെന്നും. ഷാൻഹായി അത് പറഞ്ഞതും ജിനിയാവോ ഷാൻഹായിയോട് പറഞ്ഞു, അച്ഛാ അതങ്ങനെയല്ല, ആ ബ്ലഡ് ലൈൻ ഒരു സംഭവമാണ്. എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവരെ പരാജയപ്പെടുത്തിയത്. അവർ വെറും ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ്. അവർക്ക് ഇത്രയും ശക്തി കിട്ടിയത് ആ ബ്ലഡ് ലൈൻ വഴിയാണ്. അച്ഛാ എത്രയും പെട്ടെന്ന് അച്ഛനൊരു നടപടി ഉണ്ടാക്കണം, എനിക്കും ആ രക്തം വേണം. ജിനിയാവോ ബ്ലാക്കിനും എമിലി ബ്ലാക്കിൻ്റെ ആ രക്തം വേണമെന്ന് ജിനിയാവോ പറഞ്ഞതും ഷാൻഹായി അമ്പരപ്പോടെ ജിനിയാവോ തന്നെ നോക്കിയാണ്. മോനെ നീ പറയുന്നത്? അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ, ആ രക്തം അത് എൻ്റെ ശരീരത്തിൽ കയറ്റണം, എങ്കിൽ ഞാൻ ഈ പൈറോയിൽ ആരും ചോദ്യം ചെയ്യാനാകാത്ത വിധം ശക്തി നേടും. അച്ഛാ അതല്ലേ നമുക്ക് വേണ്ടത്? അതേപോലെ അതാ വേണ്ടത്. ജിനിയാവോ ബ്ലാക്കും ഷാൻഹായിയും ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ മൂവർ സംഘം ശരിക്കും ആഘോഷത്തിലാണ്. അവർക്ക് വലിയ പരിക്കൊന്നുമില്ല. അവർ മൂവരും ചേർന്ന് ജിനിയാവോ ബ്ലാക്കിനെ ഏതാണ്ട് പിടിച്ചു കെട്ടിയെന്ന് പറയാം. ആ മൂവരും എവിടെയാണ് പോകാൻ സാധ്യതയുള്ളെന്ന കാര്യം ഷിയ ഹാങ്റയ്ക്ക് നേരത്തെ അറിയാം. ആ വിവരം ഷിയ ഹാങ്റെ മാർക്കിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ രാത്രി ആഘോഷിക്കാൻ എത്തുക ഒരു ബാറിലാണെന്ന് ഷിയ ഹാങ്റെ മാർക്കിനോട് പറഞ്ഞിരുന്നു. ജിനിയാവോ ബ്ലാക്കും ആ ചെറുപ്പക്കാരും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ രഹസ്യ സങ്കേതത്തിൽ നിന്ന് ആ മൂവർ സംഘം ബോഡിയൊക്കെ വീണ്ടും ഫ്രഷ് ആക്കിയതിന് ശേഷം ബാറിൽ ആഘോഷിക്കാനായി ആ രാത്രിയിൽ എത്തുമെന്നുള്ള വിവരമാണ് ഷിയ ഹാങ്റെ മാർക്കിനെ അറിയിച്ചത്. മാർക്ക് ഷിയ ഹാങ്റെ പറഞ്ഞ് ആ ബാറിന് സമീപത്ത് കാർ ഒതുക്കിയിട്ടിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങി. മാർക്ക് ഒരു കറുത്ത കോട്ട ധരിച്ചിരിക്കുന്നത്. ആ കറുത്ത കോട്ടിന്റെ മുകളിലേക്ക് ഹുഡ് ടൈപ്പിൽ മാർക്ക് ആ കോട്ട് പൊക്കി വെച്ചിരിക്കുകയാണ്. മാർക്ക് ഒരു ഒഴിഞ്ഞ ടേബിള് കണ്ടെത്തി അവിടെ ഇരിപ്പിടിച്ചു. വൈൻ ഓർഡർ ചെയ്ത മാർക്ക് ആ വൈൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് അടുത്ത മേശകളിൽ ചെറുപ്പക്കാർ സംസാരിക്കുന്നത് മാർക്കിന് കേൾക്കാം. ഹോ എന്തൊരു ഫൈറ്റ് ആയിരുന്നു! ആ നമ്പർ 1 ശരിക്കും നമ്മുടെ ആ ഗുവൻ ബ്രദേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിച്ച് കൂട്ടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഫൈറ്റിൽ ജിനിയാവോ ബ്ലാക്കാണ് ജയിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ ബാറിലുള്ള ചെറുപ്പക്കാരുടെ അഭിപ്രായം അതൊന്നുമല്ല. അവർ ആ ഗുവൻ ബ്രദേഴ്സിനെ ശരിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരെ വലിയ സംഭവമാക്കിക്കൊണ്ട് സംസാരിക്കുന്ന കേട്ടപ്പോൾ മാർക്കിന് ഒരു രസം. മാർക്ക് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു തുടങ്ങി. ജിനിയാവോ ബ്ലാക്കിനെ മനഃപൂർവ്വം ആ ഗുവൻ ബ്രദേഴ്സ് തോൽപ്പിക്കാത്തതാണ്. അവനെ തോൽപ്പിച്ചാൽ ബ്ലാക്ക് കുടുംബം എതിരാവും. അത് ഈ ഗുവൻ ബ്രദേഴ്സിന് അറിയാം. ജിനിയാവോ ബ്ലാക്കിന്റെ ആന്തരിക അവയവങ്ങൾക്ക് കേട് പറ്റത്തക്ക രീതിയിൽ നല്ല ഇടി ആ ഗുവാൻ ബ്രദേഴ്സിന്റെ കയ്യിൽ നിന്ന് ജിനിയാവോക്ക് കൊടുത്തു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ മാർക്കിന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്കും ആ ഫൈറ്റ് കണ്ടതാണ്.
ജിനിയാവോ ബ്ലാക്ക് ആ മൂവർ സംഘത്തിനെ നേരിട്ടപ്പോൾ വിജയിക്കാൻ സകല പണിയും നോക്കി നിന്ന് മാർക്ക് കണ്ടിരുന്നു. ഒരു പരുവത്തിലാണ് ജിനിയാവോ ആ ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ കാര്യം ആ ചെറുപ്പക്കാരും മനസ്സിലാക്കിയെന്ന് കേട്ടപ്പോൾ മാർക്കിന് ആ ചെറുപ്പക്കാരോട് ലേശൊരു ബഹുമാനമൊക്കെ തോന്നി. ഈ സമയത്താണ് ആ ഗുവാൻ ബ്രദേഴ്സ് അകത്തേക്ക് വന്നത്. ഗുവാൻ ബ്രദേഴ്സ് അകത്തേക്ക് വരുന്ന കണ്ടതും ആ ചെറുപ്പക്കാരെല്ലാം ഓടി ഗുവാൻ ബ്രദേഴ്സിന് അടുത്തേക്ക് വന്നു. ഏയ് ഗുവാൻസ്, നിങ്ങള് മൂവരും ശരിക്കും ഒരു സെൻസേഷണൽ സംഭവമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ആ ബ്ലാക്ക് കുടുംബത്തിന്റെ ജിനിയാവോയെ തറ തൊടിക്കാതല്ലേ തോൽപ്പിച്ചത്? ഏയ്, ഞങ്ങൾ തോൽപ്പിച്ചില്ലല്ലോ, ഞങ്ങളല്ലേ തോറ്റത്. ഏയ് ഗുവാൻ ബ്രദേഴ്സ്, അത് വിട്. ഞങ്ങൾക്കറിയാം നിങ്ങൾ മൂന്നുപേരും വിട്ടുകൊടുത്തതാണ്. ഏയ്, ഞങ്ങൾ വിട്ടുകൊടുത്തതല്ല. ജിനിയാവോ അതിശക്തനാണ്, അവൻ നമ്മളെ തോൽപ്പിച്ചതാണ്. ആ മൂന്ന് സഹോദരന്മാരും അവർ തോൽപ്പിക്കപ്പെട്ടു എന്ന ശൈലി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ ഗുവാൻ സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ അത് സമ്മതിക്കുന്നില്ല. അതിലൊരാൾ പറഞ്ഞു, ഏയ് ഷോപ്പ്, അങ്ങനെയൊന്നും പറയാതെ, ഞങ്ങളൊക്കെ മാർഷൽ ആർട്ടിസ്റ്റുകളല്ലേ, ഞങ്ങൾക്ക് അറിയാം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന്. ഗുവാൻ ഷോപ്പാണ് ആ മൂവർ സംഘത്തിലെ മൂത്ത ആള്. ഗുവാൻ ഷോപ്പ് അത് കേട്ടപ്പോൾ ചിരിച്ചു. അത് വിട്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. പെട്ടെന്ന് അവിടെ വൈൻ കുപ്പികളുടെ ഒരു നിര തന്നെ പ്രത്യക്ഷപ്പെട്ടു. ആ മൂവർ സംഘവും മദ്യപിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ അടുത്തേക്ക് മാർക്ക് ഫെല്ലർ എത്തി. ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ശബ്ദം കേട്ട് അവർ തിരിയപ്പോൾ തലയിലേക്ക് തൊപ്പി പോലെ ആ കോട്ട് ഉയർത്തി വെച്ചിരിക്കുന്ന കറുത്ത വസ്ത്രധാരിയായ ഒരു ചെറുപ്പക്കാരനെയാണ് അവർ കണ്ടത്. മാർക്ക് ഫെല്ലറുടെ ആ വേഷത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച ഗുവാൻ ഷോപ്പ് മാർക്കിനോട് ചോദിച്ചു, എന്താ എന്താ ചോദിക്കാവുള്ളേ? അല്ല, നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും ശക്തി ഇത്ര പെട്ടെന്ന് ഉണ്ടായത്? അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ താല്പര്യമുള്ള കാര്യമാണ് മാർക്ക് ഫെല്ലർ യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. ചോദ്യം കേട്ടതും ഷോപ്പ് ഒന്ന് ചിരിച്ചു. അത് ശരിക്കും ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഒരു രഹസ്യമാണ്. ഏയ് സുഹൃത്തെ, ആ രഹസ്യം എന്തെന്ന് അറിയാനല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ ചോദിച്ചതും ഹോപ്പ് അയാളുടെ സഹോദരന്മാരെ ഒന്ന് നോക്കി. അവരും ഒന്ന് ചിരിച്ചതും ഹോപ്പ് ശബ്ദം താഴ്ത്തി എല്ലാവരോടായി പറഞ്ഞു, അത് പിന്നെ ഈ ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്ക് അവിടെ ഉണ്ട്. ഈ എമിലി ബ്ലാക്കിന്റെ ബ്ലഡ് ഒരു രഹസ്യ ആയുധമാണ്. ആ ബ്ലഡ് ഞങ്ങൾക്ക് അല്പം കിട്ടി, അങ്ങനെയാണ് ഞങ്ങൾ ശക്തരായത്. ആ ചെറുപ്പക്കാരൻ ആ വാക്ക് പറഞ്ഞതും അവൻ്റെ അടുത്ത് നിൽക്കുന്ന മാർക്ക് ഫെല്ലർ അവനോട് ചോദിച്ചു, ഏയ് നീ പറഞ്ഞത് ശരിയാണോ? എമിലി ബ്ലാക്കിന്റെ രക്തം നീ സ്വീകരിച്ചത് കൊണ്ടാണോ നീ ശക്തനായത്? സുഹൃത്തെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ആ എമിലി ബ്ലാക്കിന്റെ കുറച്ച് രക്തമേ എനിക്ക് കിട്ടിയുള്ളൂ, എൻ്റെ സഹോദരന്മാർക്കും അതുപോലെ കുറേശ്ശേ കിട്ടിയുള്ളൂ. ശരിക്കും കൂടുതൽ രക്തം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ശക്തനായനെ. അയാൾ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ ചെറുപ്പക്കാരനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഇനി നീ ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. മാർക്ക് ഫെല്ലറുടെ വെറും ഒരു സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ പറയാൻ പറ്റും. മാർക്ക് പറഞ്ഞ വാചകം കേട്ടപ്പോൾ അതുവരെ ചിരിച്ചുകൊണ്ടുവന്ന ആളുകളൊക്കെ ലേശ കൗതുകത്തോടെ ആ കറുത്ത വസ്ത്രധാരിയെ നോക്കി. ഇയാൾ എന്താ ഈ പറയുന്നത്? ഹോപ്പിന്റെ മുഖത്തും ഹോപ്പിന്റെ സഹോദരന്മാരുടെ മുഖത്തും ഒക്കെ അതേ ചോദ്യമുണ്ട്. മാർക്ക് ആ മൂവരെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എമിലി ബ്ലാക്കിന്റെ രക്തം സ്വീകരിച്ച സ്ഥിതിക്ക് ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഏയ് താൻ എന്താ പറയുന്ന? അങ്ങനെ ഹോപ്പ് ചോദിച്ചതും മാർക്ക് ഇടത് കൈകൊണ്ട് ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ പെട്ടെന്നുള്ള ആ പഞ്ച് സ്വാഭാവികമായും തികച്ചും അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് ആ ഗുവാൻ ഹോപ്പിന് തടയാനും പറ്റിയില്ല. അതിശക്തമായ ഇടി അയാളുടെ പുറത്തു പതിച്ചെങ്കിലും അയാളൊരു മാർക്കസ് ആയതുകൊണ്ട് ഒരു ബാരിയർ അയാൾക്ക് ചുറ്റുമുണ്ട്. ആ ബാരിയറിൽ ആണ് മാർക്കിന് ഇടി ഏറ്റത്. എങ്കിലും അയാൾ താഴേക്ക് വീണു. ഈ കാഴ്ച ആ സഹോദരന്മാർ കണ്ടു. സഹോദരന്മാർ പെട്ടെന്ന് ഹോപ്പിനെ പിടിച്ചെണീപ്പിച്ചു. അവർ മൂന്നുപേരും പെട്ടെന്ന് അവരുടെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത് അവിടെ ഒരു രംഗം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നു. തങ്ങൾ മൂവരും മാർക്യൂസുകളാണെന്ന കാര്യം മറന്നുപോയ ആരുമാണ് അവരെ ആക്രമിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പെട്ടെന്ന് അവർ ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത് അവിടെ ഒരു ശക്തമായ അവരുടെ സാന്നിധ്യം സൃഷ്ടിച്ചത്. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ കൈ ഒന്ന് ഉയർത്തി.
മാർക്ക് ആ കൈ ഒന്ന് ഉയർത്തിയതും ആ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. ആ വാളിലേക്ക് മാർക്കിന്റെ സ്പിരിച്വലോജി ഒന്ന് റിലീസ് ചെയ്തതും ആ വാള് പതുക്കെ വിറച്ചു തുടങ്ങി. ആ വാള് വിറയ്ക്കുന്ന സമയത്ത് വാളിന് ചുറ്റും ഒരു പ്രകാശ വലയം ഉണ്ടായി വരികയാണ്. ആ പ്രകാശ വലയം അനുനിമിഷം വലുതായി തുടങ്ങി. ശരിക്കും വലിയ നീളത്തിലൊരു സോട്ട് ലൈറ്റ് ഉണ്ടായി. നമ്മൾ ടോർച്ച് ഓൺ ആക്കുമ്പോൾ നീളത്തിൽ ആ ടോർച്ചിന്റെ ലൈറ്റ് വീഴുന്നത് പോലെ ആ വാളിൽ നിന്ന് വളരെ നീളത്തിൽ ഒരു പ്രകാശം ഉണ്ടായി. ആ വാളിൽ നിന്ന് അത്രയും നീളത്തിലുള്ള പ്രകാശം ഉണ്ടായതും മുകളിലേക്ക് ഒന്ന് ജമ്പ് ചെയ്ത മാർക്ക് ഒരൊറ്റ വെട്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കും മുമ്പ് ഗുവാൻ ഹോപ്പിന്റെ ബോഡി രണ്ടായി മുറിഞ്ഞ് താഴേക്ക് വീണു. അവന് തടുക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ബോഡി രണ്ട് കഷ്ണങ്ങളായി വീണ കാഴ്ച ആ ബാറിനകത്ത് എന്നതില്ലാത്ത ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. സകലരുടെയും ശ്വാസം ഏതാണ്ട് നിലച്ചതുപോലെയായി. ഹോപ്പിന്റെ സഹോദരന്മാർ ഇരുവരും രണ്ട് പാർട്ടായി വീണ അവരെ ജ്യേഷ്ഠനെ കണ്ടു. ആ രണ്ട് പാർട്ടിലേക്കും അവര് ഒരു നിമിഷം ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ അവർ രണ്ടുപേരും ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. രണ്ടുപേരും അവരുടെ ഇന്റേണൽ എനർജി അതിവേഗം റിലീസ് ചെയ്തുകൊണ്ട് മാർക്ക് ഫെല്ലറെ നേരിടാൻ പോയതും മാർക്ക് ഒരിക്കൽ കൂടി ആ വാളൊന്ന് ചുഴറ്റി. ശരിക്കും ആ വാള് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അവർ രണ്ടുപേരുടെയും കഴുത്ത് വഴി കടന്നു പോവുകയായിരുന്നു. വാൾ പ്രകാശമാണ് യഥാർത്ഥത്തിൽ കടന്നുപോയത്. ആ നിമിഷത്തിൽ ആ രണ്ട് തലയും ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ കഴുത്തിൽ നിന്ന് അറ്റ് താഴേക്ക് വീണു. ആ രണ്ട് തലയും താഴേക്ക് വീഴുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ആ വാള് പിൻവലിച്ച് അതിവേഗം ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഈ നിമിഷത്തിൽ ആ ബാറിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും സ്തംഭിച്ച് നിൽക്കുകയാണ്. ഒരു കറുത്ത കോട്ടിട്ട മനുഷ്യൻ അകത്തേക്ക് വന്നതും ആ മൂവരെയും കൊന്നതും ഒക്കെ അതിവേഗതയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ആകെ അവിടെ നടന്ന സംഭാഷണം എമിലി ബ്ലാക്കിന്റെ രക്തത്തെക്കുറിച്ച് ഉള്ള സംഭാഷണം മാത്രമാണ്. പിറ്റേന്ന് നേരം പുലരുന്നത് ഈ വാർത്ത അറിഞ്ഞിട്ടാണ്. ജിങ്ദോ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ജീനിയസുകൾ എന്ന് വിളിക്കപ്പെട്ട മൂന്നാളുകൾ രാത്രിയിൽ ബാറിലുണ്ടായ ഒരു അടിപിടിക്കിടയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരെ കൊന്നത് ഒരു കറുത്ത വസ്ത്രധാരിയാണ്. ഒറ്റ വെട്ടിനാണ് അയാൾ ഹോപ്പിനെ കൊന്നത്. ഹോപ്പിന്റെ സഹോദരന്മാരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് ഒരേ ഒരു തവണയെ വെട്ടിയിട്ടുള്ളൂ. ആ വാർത്ത വായിച്ച സകലർക്കും ഒരു കിടുക്കൽ. അക്ഷരാർത്ഥത്തിൽ കിടുങ്ങിയിരിക്കുന്നത് ഷിയ ഹാങ്റെയാണ്. ഷിയ ഹാങ്റെ മാർക്കിന് ആ സഹോദരന്മാരുടെ അഡ്രസ് പറഞ്ഞു കൊടുത്തത് ഒരൊറ്റ ഉദ്ദേശത്തിലാണ്. ആ മൂന്ന് പേരുടെയും കയ്യാൽ മാർക്ക് ഫെല്ലർ കൊല്ലപ്പെടുന്നുള്ള കാര്യം അവന് പൂർണ്ണ ഉറപ്പായിരുന്നു. മാർക്ക് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മകളുടെ കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അയാൾ മാർക്കിന് ആ സ്ഥലം പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അയാൾ ഞെട്ടിയിരിക്കുകയാണ്. മാർക്ക് ആ മൂന്ന് പേരെയും കൊന്നിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റുകൾ ചെയ്യുക. താങ്ക് യു.